ഇത് വെറും 89 സാരി. നൈറ്റിയാ 99 നൈറ്റിയാ വെറും 199. 99 രൂപ. ഏതെടുത്താലും 99. 199 299 ഉള്ളോട്ടെ ഇതിന് അൺസ്റ്റിച്ചഡ്. വീഡിയോയിൽ നല്ല എനർജി ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കളക്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെറും 399 അടിപൊളി പർദ്ദകള്. 199, 299, 399 ഓഫർ ഷർട്ടിന്. 99 ഉള്ളി ടീഷർട്ട് 299. 5XL കുർത്തിട്ടോ ഓഫറിൽ പെട്ടത്. ഏതെടുത്താലും 299. വെറും 499. 5XL സൈസിന്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. 199. ഇത് 199. എല്ലാം ഏതെടുത്താലും 199. ടർക്കിഷ് ഗൗൺ എന്ന് പറയുന്നത്. പുഷ്പ 2 ഫിലിമിലെ അല്ലു അർജുനെ സാരി ഉടുപ്പിക്കാൻ എനിക്ക് ചെറിയൊരു ഭാഗ്യം ഉണ്ടായി. സൂപ്പറാണ്, നല്ലതാണ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി. 35 രൂപ. ഇതിനാ 399. ഇതിന്റെ റേറ്റ് 89 ആണ്. 89. പോയി അടുത്ത് നോക്കാൻ വന്നതാണ്, രണ്ടാം ട്രിപ്പ് വന്നതാണ്, മൂന്നാമത് വന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് സാരി ഉടുക്കാന്നല്ലേ. അപ്പൊ ഒരു പാവാടിയില്ലെങ്കിലും കാര്യം നടക്കും. ശരിക്കുള്ള വലിയ പറഞ്ഞു. ശരിക്കുള്ള വില 99 ഫ്രോക്ക് എടുക്കാൻ പോയതാ. ഭയങ്കര എനർജി, നല്ല പവർഫുൾ ലേഡി. ഓ എനിക്ക് വയ്യ. ടാങ്. പെരുന്നാൾ കിസ്സ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ പെരുന്നാൾ നടക്കാണ്, അതുപോലെ നൊയമ്പ് സീസൺ തുടങ്ങി. പെരുന്നാൾ സമയത്ത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം, അതും പുതിയ ഡ്രസ്സ് തന്നെ വേണം. എന്നാൽ വിലക്കുറവിന് കിട്ടിയാലോ. എപ്പോഴും എല്ലാ കടയിലൊക്കെ ഈ ഒരു പെരുന്നാൾ സമയത്ത് അല്ലെങ്കിൽ ഏതൊരു ഫെസ്റ്റിവൽ സമയത്തും ഓഫേഴ്സ് ഉണ്ടാവും. പക്ഷെ ഉള്ള ഓഫേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വലിയ ചെറിയ കടയിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഫീലിംഗ്, അതും ഡാമേജ് അങ്ങനത്തെ സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതെന്ന് പറയുമ്പോൾ വലിയ വമ്പൻ ഒരു കടയിൽ അതും 89 രൂപയ്ക്ക് ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ കരുനാപ്പള്ളിയിലാണ് നിൽക്കുന്നത്, കൊല്ലത്തുള്ളത്. അവിടെ ഇത്രയും വലിയ ഒരു ഷോറൂമിലാണ് ഡിസ്കൗണ്ട് വെച്ചിരിക്കുന്നത്. അതും അപ് ടു 70% വരെയൊക്കെ ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ് കേട്ടോ, വെഡ്സ് ഇന്ത്യ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കയറിയാലോ. എന്തൊക്കെയാണോ ഓഫേഴ്സ് കാര്യങ്ങൾ ഡിസ്കൗണ്ട്സ്. 89 രൂപ തൊട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓരോരോ സാധനത്തിനും അത്രയ്ക്കേ റേറ്റ് വരുന്നുള്ളൂ. സാരീസ് ആയാലും കുർത്തീസ് ആയാലും വെസ്റ്റേൺ സ്റ്റൈലിലായാലും മെൻസിനും ഉണ്ട് കേട്ടോ, കിഡ്സിനും ഉണ്ട് ഓഫേഴ്സ്. അപ്പോൾ നമ്മൾ മറക്കണ്ട കേട്ടോ, കൊല്ലത്തുള്ള കരുനാപ്പള്ളിയിൽ വെഡ്സ് ഇന്ത്യ. കയറി പോവാം, വാ. എന്തൊരു വലിയ കണ്ട. എവിടെ വന്നാലും ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമുണ്ട്, എന്ത് വേണമെന്നല്ലേ ചോദിക്കണേ. എനിക്ക് എല്ലാം വേണം, കാരണം ഇവിടെ എല്ലായിടത്തും എല്ലാത്തിനും ഓഫറാണ്. അത് മൊത്തം 5 ഫ്ലോർ മൊത്തം. എന്തായാലും എവിടേക്കാ പോകണ്ട, എവിടെയൊക്കെ ഓഫർ? നമുക്ക് എല്ലാ ഫ്ലോറിലും ഓഫേഴ്സ് ഉണ്ട്. എല്ലാ ഫ്ലോറിലും ഞാൻ പൊക്കോട്ടെ. ഓക്കെ, സെറ്റ്. ഓഫർ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ജീൻസ്, ഷർട്ട് ഇതൊക്കെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ വരുന്നവർ ഡയറക്റ്റ് ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവർ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അതുപോലത്തെ സർവീസാണ്. ഇനി ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇവിടെ ഒരാളെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വേണം. ആരെങ്കിലും ഒക്കെ കിട്ടുമോ? നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫ്മാരാണോ? സ്റ്റാഫാണോ? ഒക്കെ നല്ല അടിപൊളി പെൺകുട്ടികളും ചെക്കന്മാരും, എന്ത് രസമാണ്. ഇനി ഞാൻ മൈക്കൊന്ന് വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കളക്ഷൻസ് ഇവിടെ ഓഫർ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഫ്ലോറിൽ എന്താ ഉള്ളത്? ഇവിടെ ഫുള്ള് വെസ്റ്റേൺ വെയർ ആണ്. ഈ ഒരു സൈഡ് ഫുൾ വെസ്റ്റേൺ വെയർ. അപ്പൊ ഈ ഒരു വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോൾ ഇതിൽ ടോപ്പ് ആയാലും അതുപോലെ ടൂണിക് സ്റ്റൈലില് ലോങ് ഗൗൺസ് അങ്ങനത്തെ സംഭവം എല്ലാതും പെടും അല്ലേ? എല്ലാ ഏജിനും ഉണ്ടാ? എല്ലാ എന്റെ എല്ലാ റേറ്റ് അല്ല, ഏജ് എല്ലാ ഏജിനും എന്റെ ഏജിനുള്ളതുണ്ട്. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ടീനേജ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വിചാരിക്കേണ്ട, എല്ലാ ഏജുകാർക്ക് എല്ലാം റേഞ്ചുകാർക്കുള്ളതും ഇവിടെ ഉണ്ട്. ഇത്രയും വലിയൊരു ഷോപ്പ് നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വലിയ ഷോപ്പ്, റേറ്റ് കൂടുതലാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ആൾക്കാരാവാന്ന് പറയാം. നോക്കുമ്പോ അങ്ങനെ തോന്നും, പക്ഷെ അകത്ത് കയറിയാലേ ഇതിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ, സർവീസും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടത്തെ കുറിച്ചൊന്ന് എനിക്കൊന്ന് കുറച്ച് കളക്ഷൻസ് ഒന്ന് എടുത്ത് കാണിക്കും. എന്താ സംഭവം? ആദ്യം തന്നെ എന്താ വെസ്റ്റ് എന്ന് പറയുമ്പോ അതാ നമ്മുടെ ന്യൂജൻ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതിന്റെ റേറ്റ് 89 ആണ്. 89 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 89 രൂപ തൊട്ടാണ് ഈ ഒരു ഏരിയ മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനും 89 രൂപ തന്നെയാണല്ലോ കേട്ടോ. അത് കൂടാണ്ട് ഇവിടെ നല്ല അടിപൊളി ടീഷർട്ടിന്റെ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയില്ല, നമ്മുടെ വലിയ വലിയ മോളിലൊക്കെ വലിയ വലിയ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. അതേപോലത്തെ അതേ ക്വാളിറ്റിയോട് കൂടിയിട്ടല്ലേ വരുന്നത്. ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? എന്തായാലും എനിക്ക് കാണിച്ചതാ, എനിക്ക് കാണാൻ കൊതിയായിട്ട് പാടില്ല. എവിടെ മേഡത്തിനെല്ലാം കാണാം. ഓക്കെ. ഈ ഒരു സെക്ഷൻ വരുമ്പോ
ഇത് പറയണത് ഇതാണ് വെസ്റ്റേൺ ട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് ഈ ഒരു സൈഡ് ഒരുക്കിയേക്കുന്നത് നമ്മള് തുർക്കി, ഇറാനി, കൊറിയൻ ടൈപ്പ് ആ ഒരു ഡ്രസ്സുകളാണ് ഈ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കൊറിയൻ സ്റ്റൈൽ ആ ഒരു സംഭവം. ക്രോഷ്യ വർക്ക് കൂടിയിട്ട് വരുന്നത്, അതുപോലെ ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്, ലോങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ സ്കേർട്സ് വരുന്നുണ്ട്, പാൻസ് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റൈലില് പുറത്തേക്ക് പോയ ഒരു ഫീലിംഗ് വരും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ? ഇപ്പുറത്ത് വരുമ്പോ ക്രോപ്പ് ടോപ്പുകള്, പ്രിന്റഡ് ഷർട്ടുകള്. പ്രിന്റഡ് ഷർട്ട്. ഓക്കെ, അതുപോലെ തന്നെ പല സൈസസ് പല മോഡൽസിലുണ്ട് കേട്ടോ. ഞാൻ ഏതൊക്കെ കാണിക്കുന്ന ഒരു ഇല്ല, കാരണം ഇവിടെ അത്രയും കളക്ഷൻസ് നിറഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ ഫുൾ ടോപ്സ് മാത്രമുള്ള ഈ ഒരു ഏരിയ. ടോപ്സ്, ക്രോപ്പ് ഈ ഒരു സംഭവം ഞാൻ എങ്ങനെ വിടും? ഇത്രയും നല്ലൊരു സംഭവം ഞാൻ എങ്ങനെ വിടും? കസ്റ്റമർ ആണോ? അയ്യോ, പേടിക്കണ്ട ഇങ്ങോട്ട് വാ. ആള് സെലക്ട് ഇങ്ങോട്ട് വാടോ. ഇതാർക്ക് വേണ്ടിട്ടാ? ഇത് മോക്ക് വേണ്ടി എടുക്കാൻ. മോള് അങ്ങോട്ട് ഓടിയിട്ടാ അത് പറയുമ്പോഴേക്ക്. ഇത് എങ്ങനെയുണ്ട് കളക്ഷൻസ്? കളക്ഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വെഡിങ് പർച്ചേസിംഗ് ഒക്കെ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയി അടുത്തത് നോക്കാൻ വന്നതാണ്. രണ്ടാം ട്രിപ്പ് വന്നതാണ്? മൂന്നാമത് വന്നതാണ്. ഇവിടെ അടുത്താണോ വീട്? ഇല്ല, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രോ? ട്രിവാൻഡ്രം വരുമ്പോ അധികം ദൂരം ഒന്നും ഇല്ലല്ലോ. അത് 2 മണിക്കൂറല്ലേ ഇരിക്കണ്ടോ? 2 മണിക്കൂർ ഇരിക്കണ്ട. അത് ഇപ്പൊ എനിക്ക് അത് ദൂരം ഇല്ലാണ്ടായി, പക്ഷെ ആ ദൂരം ഉണ്ട് അത്യാവശ്യം. പക്ഷെ ഇവിടെ കളക്ഷനും സെലക്ഷനും ഉള്ളത് കൊണ്ടാണ്. എന്താണ് മൊത്തത്തിൽ ഇങ്ങോട്ട് വാ. അത് പേടിച്ച് അങ്ങോട്ട് ഓടാണ്. ഫസ്റ്റ് ടൈം ആണ് യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ നോക്കണം, അതുകൊണ്ട് ഒരു പേടിയുണ്ട്. ആ പേടി ഞാൻ മാറ്റിത്തരാം. ഇങ്ങോട്ട് വാ. എനിക്കൊരു കാര്യം മാത്രം അറിയണ്ടോ, ഈ വെഡ്സ് ഇന്ത്യ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് എന്താണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്? ഞങ്ങള് ഒരാൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. വന്ന് കല്യാണത്തിന് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും ഇഷ്ടപ്പെട്ടു. വീണ്ടും മൂന്നാമത്തെ തവണ വീണ്ടും വന്നതാണ്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ ഭംഗി കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അത്രയും അതുപോലെ ഓഫേഴ്സും ഉണ്ട്. ഓഫേഴ്സൊക്കെ ഉണ്ട്. കിട്ടിയ എന്തായാലും താങ്ക് യു. മോള് ഓടിയില്ല ആ വഴിക്ക്. മോളോടി. ഇത് നോക്കിയ ഒരു രക്ഷയില്ലാത്ത ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇതുപോലത്തെ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ വെറുതെ വെസ്റ്റേൺ അല്ല, ശരിക്കും വെസ്റ്റേൺ തന്നെയാണ്. എന്തായാലും എടുത്തോ. റിവ്യൂയുടെ ഇടയിൽ ഇതൊക്കെ തപ്പി പിടിച്ച് വന്ന കോട്ട് സെറ്റ്. ഓക്കെ, കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ പാന്റും ഉണ്ടാവില്ലേ? കോട്ട് സെറ്റിന് വെറും കോട്ട് സെറ്റ് അല്ല, 2 പീസിനാണ് പറയണത്. 199 മുതൽ. അപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ വെസ്റ്റേണിലും പെടും, കോട്ട് സെറ്റിലും പെടും, എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ഇപ്പൊ മേടിച്ചാൽ ഇരട്ടി മേടിക്കാം അല്ലേ? അതെ, അതാണ്. ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണല്ലോ ക്രോഷ്യര് കേട്ടോ. ക്രോഷ്യ വർക്കില് അതുപോലെ പല മോഡൽസ് വരുന്നുണ്ട് അല്ലേ? സെലക്ട് ചെയ്യാൻ തന്നെ നല്ലൊരു നമ്മുടെ ടൈമിംഗ് ഒക്കെ എത്ര മണി തൊട്ടാ വരുന്നത്? നമുക്ക് 9:30 മുതൽ 10:30 അല്ലേ? 10:30 വരെ. അപ്പൊ നേരത്തെ പോവില്ലേ? അതാണ് അവിടെ സമയം ചോദിച്ചത്. അപ്പൊ ഈ ഒരു സമയത്തേക്ക് ഉള്ളിൽ വരിക. അപ്പൊ സൺഡേ ഓപ്പൺ ആണോ? എങ്ങനെയാ? സൺഡേ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കോട്ട് സെറ്റ്, പിന്നെ ഷർട്ട്സ്. ഇതിപ്പോ ഈ ഷർട്ട്സും ഉണ്ട് അല്ലേ? ഇതുപോലെ ശരിക്കുള്ള വില പറഞ്ഞു? ശരിക്കുള്ള വില 299. പക്ഷെ ഇത് പുറത്തൊക്കെ നല്ല റേറ്റ് ഇല്ലേ? അല്ല, ഇത് സീരിയസ്ലി ഇത് പുറത്തൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതാണ് ഇവിടെ നമുക്ക് ഇത്രയും റേറ്റ് കുറവില്ല. ജസ്റ്റ് 299 ആണ് നമുക്ക് ഈ ഷർട്ട് കിട്ടുന്ന. ഷർട്ടിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. സൈസസ് കിട്ടില്ലേ? എല്ലാ സൈസും. ഓക്കെ, സെറ്റ്. ഇനി ഒന്നും പറയാല്ലേ, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്, സൈസസ് ഉണ്ട്. അതും ഇത്രയും റേറ്റ് കുറവാണ്. സത്യം പറയാലോ, ഞാൻ ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു ഉള്ളിലേക്ക് കയറാം, ഇത്രയും വലിയൊരു ഷോപ്പ് ആവുമ്പോഴേ. ഓക്കെ, ഇത് 99 രൂപ. 99 രൂപ. ഏതെടുത്താലും 99. ബോർഡ് നോക്കിയാൽ മതി. കണ്ട, വേറെ ഒന്നും നോക്കണ്ട ഇവിടെ. പക്ഷെ സർവീസ് അടിപൊളിയാട്ടോ. 99 രൂപയ്ക്ക് നമുക്ക് അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ 99 രൂപ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡാമേജ് ആണോ, കീറിയതാണോ, അങ്ങനെയാ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഫീൽ തോന്നിയാ? മക്കൾ ഇങ്ങോട്ട് വന്നേ. നീ വാടാ. ഇവള് വന്നാൽ ശരിയാവില്ല. നിനക്കിത് കണ്ടിട്ട് വല്ല പഴയതോ കീറിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓർക്കനെ പറയും, കേൾക്കണില്ല? ഇല്ല. പിള്ളേര് സത്യമായിട്ടേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഞാനൊന്നും പറയാനില്ല. അപ്പൊ നല്ല ഐറ്റം തന്നെയാണ്. പക്ഷെ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഇരട്ടി കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത്. അതും അപ് ടു 70%. ഈ ഓഫറിന് എന്തെങ്കിലും പേരുണ്ടോ? പെരുന്നാൾ കിസ്സ. ഓക്കെ. ഇനി ഏത് സൈഡാ നമുക്ക് വരുന്നത്? ഈ സൈഡ് കൊറിയൻ ടൈപ്പ്, കൊറിയൻ സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ കേട്ടോ. ഇത് 2 പീസാ വരുന്നത്. അതുപോലെ 2 പീസിന്റെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. സിംഗിൾ പീസ്. ഇത് സിംഗിൾ പീസ് കൊറിയൻ ടൈപ്പ്. പക്ഷെ ഇത് അറ്റാച്ച്ഡ്. ഓക്കെ. ഇതാ അങ്ങനെ കളക്ഷൻസ് ഉണ്ട്.
ഇമ്പോർട്ടഡ് നല്ല ഫാബ്രിക്കിൽ വരുന്നത്. ഇതല്ലാണ്ട് ഇപ്പൊ ഇത് ഫുള്ളാണ് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ടോപ്പ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ടോപ്സാണ് വരുന്നത്. ഇതും കൊറിയൻ സ്റ്റൈലിലാണ് വരുന്നത് അല്ലേ? 499 599 ആണ് ആ റേഞ്ചാ വരുന്നുള്ളൂ അല്ലേ? നിസ്സാരം നിസ്സാരം അത്രേ പറയാനുള്ളൂ എനിക്ക്. പക്ഷെ ഇത് ഇഷ്ടമായിട്ടാ. ഈ പിള്ളേരുകളൊക്കെ ഇങ്ങനെ കൊറിയൻ ടോപ്സ് ഒക്കെ കുറെ അന്വേഷിക്കുന്നുണ്ട്. ആ ടോപ്സും ഇവിടെ അവൈലബിൾ ആണ്. ഭയങ്കര റേറ്റ് കുറവിനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ വരിക, കളക്ഷൻസ് നോക്കുക, എടുക്കുക, ഫീൽ ചെയ്യുക, മേടിച്ചുകൊണ്ട് പോവുക. തിരക്കുണ്ട് അത്യാവശ്യം. അപ്പൊ നേരത്തോടെ വരാം, നിങ്ങളുടെ സൈസിലുള്ള കളക്ഷൻസും എടുക്കുക. പിന്നെ എത്രാം തീയതി വരികയാണ് എന്താണെന്നൊന്നും പറയില്ല. പെരുന്നാൾ എപ്പോൾ കഴിഞ്ഞു അപ്പോൾ വരെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പെരുന്നാൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു തിരക്ക്. ഇതാണ് ഇവിടുത്തെ തിരക്ക്. എപ്പോൾ നോക്കിയാലും ഈ ലിഫ്റ്റിൽ ഇതേപോലത്തെ അവസ്ഥയാണ്. മുകളിലേക്ക് പോകാൻ അടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു തിരക്കാണ് കേട്ടോ. നമുക്ക് ഇനി മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോകാം. എന്തായാലും ഒരു 2 ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാനായിട്ട്. ഈ തിരക്ക് എല്ലാ ഫ്ലോറിലും ഇതേപോലെ തിരക്കുണ്ടാവും കേട്ടോ. എന്തായാലും ലിഫ്റ്റിൽ ഒരു 2 ട്രിപ്പ് കഴിയാണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ചുകൂടി കളക്ഷൻ ഇവിടെ കാണിക്കാം. അല്ല പിന്നെ ഐറ്റംസ് എത്ര? 199. 199 ഇരിക്കുക. അതെ, വെറും 199. വെറും 199. അത് നോക്കിയ കളേഴ്സ് സൈസസ് ഉണ്ട്. ഇതിന് എന്താ പറയാ ശരിക്കും ഡങ്കറി മോഡൽ എന്തായാലും ഈ കാണുന്ന ഐറ്റം തന്നെ. നിങ്ങൾക്ക് പാകമാണെങ്കിൽ വന്ന് എടുത്തോ. വരാണെങ്കിൽ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങടെ വരണ്ടേ? കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ താലൂക്ക് ഹോസ്പിറ്റൽ. താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാം. അതിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വെറ്റ്സ് ഇന്ത്യ. അതുവരെ പറയാം. ഇത്ര ടൈം ആലോചിക്കല. ഓക്കെ, എന്താണ് ഈ വായിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കാതെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തായാലും ഓഫർ കാണിച്ചു കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. അടുത്ത നമുക്ക് ഇപ്പുറത്തെ സെക്ഷനിൽ ഒന്ന് പിടിച്ചാലോ. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഈ സെക്ഷൻ എന്താ മൊത്തം ഗൗണുകളാണല്ലോ കണ്ടത്. ഇതൊക്കെ അടിപൊളിയാണ് സാധനങ്ങൾ. പ്രീമിയം. ഓ, നൊയമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല അവർക്ക് കുശാലായി എന്ന് പറയാം അല്ലെ. അത്രയും നല്ല ഈ ഇന്നലെ നോക്ക് സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ വർക്ക് ടർക്കിഷ് ഗൗൺ എന്ന് പറയുന്നത്. ടർക്കിഷ് ഗൗൺ കണ്ടോ, അടിപൊളി. അതിലും കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇട്ട് വരുമ്പോ ലുക്ക് തന്നെ മാറും. ഈ ഹാങ്കറിൽ ഇട്ട് കിടക്കണം നോക്കണ്ട അല്ലേ. എല്ലാം നല്ല അടിപൊളി. ഇതായി വരെ പല സുന്ദരികളാവും. ഇവിടെ ഇരിക്കുന്ന ഓരോ പെണ്ണുങ്ങളും നല്ല അടിപൊളിയാണ്. പയ്യന്മാരും കൊള്ളാം. അവരെ കുറിച്ച് എടുത്ത് പറയാനായിട്ട്. പയ്യന്മാര് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സംഭവം ഈ ഒരു ഫുൾ സെക്ഷൻ മൊത്തം ഗൗണുകളാണ്. പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയിങ്ങനെ. നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ടോ? നമുക്ക് ഇങ്ങനെ വാട്സപ്പ് ഓൺലൈൻ ഉണ്ട്. ടീം ഇരിക്കുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു പീസ് ആയാലും എല്ലാം ഉണ്ട് ഡെലിവറി. അപ്പൊ ഒരു രക്ഷ. ഞാൻ അടുത്ത ട്രിപ്പ് കയറാന്ന് പറയുമ്പോ അടുത്തത് തിരക്ക് തുടങ്ങി. ഇനി എപ്പോഴാ ഞാൻ കയറാം? ഓക്കെ, എന്തായാലും അടുത്തേക്ക് പോവാല്ലേ. ഈ ഒരു ഫ്ലോറിലെ ഏറ്റവും കൂടുതൽ ബഹളം തോന്നുന്നുണ്ട്. എന്താ ലേഡീസിന്റെ ഐറ്റംസ് ആണ് മൊത്തം ഇരിക്കുന്നത്. ഇവിടെ എന്താ? ഇവിടെ ഫുള്ള് ലേഡീസ് വെയർ ആണ്. സൽവാർ ഫെസ്റ്റ് അപ് ടു 70. ഇതാണ് നമ്മുടെ ഓഫർ. ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാം ഫ്ലോറിലുണ്ട്. പക്ഷെ ഓഫർ എന്ന് പറയുമ്പോ ഇതൊക്കെ ഓഫറിൽ പെട്ടത്. ഏതെടുത്താലും 299. അതാണ് ഇത് പറയാനത് ഇത്ര ബുദ്ധിമുട്ട്. ഞാൻ എന്താ നൈറ്റിയാ 99 നൈറ്റിയാണ്. ഇത് 99 നൈറ്റി. ഇതാണെങ്കിൽ 299 ചുരിദാർ സെറ്റ്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓഫറാണ്. ഇപ്പൊ ഓഫറിൽ ഇട്ടിരിക്കുന്നത്. ഇതും ചുരിദാർ തന്നെയല്ലേ? ഇത് ടോപ്പ്. ഇത് ഒക്കെക്കും റേറ്റ് കുറവുണ്ട്. വന്ന് നോക്കാം. ഞാൻ എന്തായാലും 2 ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് കാര്യങ്ങൾ വരാം കേട്ടോ. ടോപ്പിലും ഓഫേഴ്സ് വരുന്നുണ്ട്. അപ് ടു 70%. ഇവിടെ സൽവാർ ഫീസ്റ്റ് ആണ് നടക്കുന്നത്. ഇതിന്റെ 2 ഒന്ന് എടുത്ത് കാണിക്ക്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ അടുത്തേക്ക്. ഇതൊക്കെ ഇഷ്ടമുള്ളത് ഏതോടെങ്കിലും എടുത്തോളാൻ. കൊള്ളാവോ? വൈറ്റ്. ഇതൊക്കെ ഇതാ ഒക്കെ നല്ല വർക്കുള്ളത്. ഇതൊക്കെ ടോപ്പുകളാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ 2 പീസ്. ഇത് 3 പീസ്. 3 പീസിനാണ് കേട്ടോ മെഗാ ഓഫറാണ് നടക്കണം. മെഗാ ഓഫർ ഓൺലി 299 ഓഫർ. എക്സ്ക്ലൂസീവ് കളക്ഷൻസ്. പിന്നെ ഉള്ളിലും കുറെ ഓഫേഴ്സ് ഉണ്ട് അല്ലേ? അതന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തേക്കണ്ട. ഇപ്പൊ എനിക്ക് തിരുത്തി പറയേണ്ടി വരും കേട്ടാ. പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ്. പെണ്ണുങ്ങളാണ് ഇവിടെ ബെസ്റ്റ്. ഓക്കെ, അതായത് 3 പീസിന്റെ സെറ്റ് ആണ് കേട്ടോ വരുന്നത്. 3 പീസിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കളക്ഷൻ പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതൊക്കെ 3 പീസ്. അതും കോട്ടൺ മെറ്റീരിയൽ. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ്. ഇതൊന്നും നോക്കിയാൽ ഈ സൈഡും ഒക്കെ ഇത് തന്നെയല്ലേ വരുന്നത്. ഇപ്പുറത്തും എല്ലായിടത്തും ഈ ഒരു കളക്ഷൻസ് തന്നെയാണ്. 3 പീസിന്റെ കളക്ഷൻസ്. പിന്നെ ഇപ്പുറത്തെ എന്താണ് വരുന്നത്? ഓ, പാർട്ടിവെയറും ഓഫർ ഇട്ടിട്ടുണ്ട്. വെറും 499. ഏതെടുത്താലും അതും 3 പീസാണ് കിട്ടുന്നത്. 3 പീസിന്റെ കേട്ടോ. ഇതാ നല്ല സിൽക്കോട് കൂടിയിട്ടുള്ളത്. പെരുന്നാൾക്ക് ഇങ്ങനെ തിളക്കുള്ളതല്ലേ വേണ്ടത്. അതെ.
അതും സൈസസ് ഒക്കെ കിട്ടുമോ? എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അല്ല നമുക്കൊന്ന് സംശയം ഒന്ന് ചോദിക്കണ്ടേ, അതൊക്കെ ക്ലിയർ ആക്കണം. പിന്നെ അവിടെ എല്ലായിടത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയ മാത്രമല്ല, നമുക്ക് ആ അറ്റം വരെ ഫുൾ കളക്ഷൻസ്. ഇതിലെല്ലാത്തിനും ഓഫേഴ്സ് കിട്ടുന്ന പല പല സൈസസിൽ പല മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ, ഇപ്പുറത്തും സൽവാർ സെറ്റ്. ഇവിടെ സൽവാറിന്റെ ഇതൊക്കെ ഓഫറിൽ ഇട്ടിക്കണത് അല്ലേ? ഇതെല്ലാം 599, 799, 999, 1499, 1599. അടിപൊളി. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓഫറാണ്. ഇനി ഇപ്പുറത്താണെങ്കിൽ നമുക്ക് പാർട്ടിവെയറിന്റെ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ? ഈ ഒരു പാർട്ടിവെയറിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും റേഞ്ച് കൂടിയ ടൈപ്പ്. പക്ഷെ എനിക്ക് കളക്ഷൻസ് ഇഷ്ടമായിട്ടോ. നല്ല കുറച്ചുകൂടി റേഞ്ച് കൂടിയെന്ന് വെച്ചാൽ നല്ല ഇടുമ്പോ നല്ല ഒരു മൊഞ്ചാവും. ഒരു 1599 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കുറച്ച് പ്രീമിയം സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലും സൽവാർ ഫെസ്റ്റ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് ലേഡീസിന്റെ ഐറ്റംസ് വരുന്നത്. ഈ ഒരു ഫ്ലോർ മൊത്തം ലേഡീസിന് വേണ്ടി എത്ര ഫ്ലോർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ താഴത്തെ ഒരു ഫ്ലോർ, ഈ ഒരു ഫ്ലോർ, പിന്നെന്താ സാരിയുടെ ഒരു ഫ്ലോർ, പിന്നെ മെൻസിന് വേണ്ടി ആകെ ഒരു ഫ്ലോർ. അതെ, അവിടെ ഫുള്ള് മെൻസിന്റെ കളക്ഷൻസ്. അവിടെ ഫുൾ മെൻസിന്റെ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലോർ ചെറിയൊരു ഫ്ലോർ അല്ല, വിശാലമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഈ ഒരു 5 ഫ്ലോർ ശരിക്കും പറഞ്ഞാൽ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു 10 ഫ്ലോറിന്റെ അത്ര വലിപ്പമുണ്ട്, അത്ര ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റിൽ. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ എന്താ, ഇത് ഗൗൺസ്. ഇപ്പുറത്തെ ഓഫർ കാണിച്ചിട്ടില്ല, കാണിക്കാം നമുക്ക്. ഞങ്ങൾ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല അല്ലേ? പക്ഷെ ഒന്ന് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഒന്നുകൂടി എനിക്ക് ഇഷ്ടമായി. അതാ ഈ ഓഫർ എന്തായാലും വിട്ടുപോയരുതെന്നാണ് പറഞ്ഞത്. പ്രീമിയം കളക്ഷൻ പകുതി വില 1499. ആ റേഞ്ചിലുള്ള കളക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. 3 പീസ് ഐറ്റംസ് 1499. അങ്ങനെ only 1499. ഈ ഒരു റേഞ്ചിൽ നമുക്ക് 3 പീസിന്റെ നല്ല അടിപൊളി ജോർജറ്റിൽ ഫുൾ വർക്കോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എല്ലാത്തിൻ്റെയും റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, ഇഷ്ടമുള്ളടത്ത് പോവാ, ഇഷ്ടമുള്ളത് പറക്കി എടുക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയണ സർവീസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇത് 999 ആ ഒരു റേഞ്ചിലുള്ള കളക്ഷനാണ്. എനിക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുത്തുകൂടെ? അതെ, ഇഷ്ടമുള്ളത് ഞാൻ നോക്കുകയാണെങ്കിൽ റാണി പിങ്ക് അങ്ങനത്തെ ഷെയ്ഡുകളൊക്കെ ഞാൻ കൂടുതൽ നോക്കാം കേട്ടോ. പക്ഷെ എല്ലാ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല നല്ല റേഞ്ച് ഉള്ള, മീൻസ് ഒരു 2000, 3000 ആ റേഞ്ചിലുള്ള കളക്ഷൻ സാധനമില്ല എന്ന് വെച്ചാൽ ഇപ്പൊ 3000 റേഞ്ച് 2000 റേഞ്ചിന്റെ ആണ് നമുക്ക് ഈ ഒരു 999 ഓഫറിൽ ഓഫറിൽ ആ ഒരു ഏരിയയിൽ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ ഇപ്പൊ നൊയമ്പ് ആയതുകൊണ്ട് പിന്നെ ഓഫർ നൊയമ്പ് പ്രമാണിച്ച് ഇട്ടത് കൊണ്ട് മാത്രം ഈ ഒരു ഫ്ലോർ കൂടി കാണിക്കാം, ഈ ഒരു സെക്ഷൻ കൂടി കാണിക്കാണ്. ഈ ഒരു സെക്ഷൻ പർദ്ദ അവിടെയും ഉണ്ട് ഓഫർ. അത്രേ ഉള്ളൂ 399 കേട്ടോ. വെറും 399 അടിപൊളി പർദ്ദകള്. ഇതാ ഇപ്പൊ പെരുന്നാൾ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഓഫറിൽ കിട്ടുന്നത്, ഓഫറും കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓഫർ ഇടാറുണ്ട്? എങ്ങനെയാ സംഭവം? ഇടയ്ക്കിടയ്ക്കാണ് നമ്മളൊക്കെ എന്തെങ്കിലും നേരം വൈകിട്ട് അറിയാനായിട്ട്. വിഷു, ഓണം, അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ സമയം വരുമ്പോ അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, ഏത് ഫെസ്റ്റിവൽ ഉണ്ടോ നമ്മുടെ കേരളത്തിൽ നടക്കണം അപ്പൊ അതെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഓഫർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്നിട്ട് കിസ് ഓഫറാ, പെരുന്നാൾ കിസ്സ. ഇത് പേര് ആരാടോ തീരുമാനിച്ചേ? ഞാനല്ല, എന്തായാലും സെറ്റ്. ഞാൻ മോളിക്ക് പോലെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനില് ബിഗ് സൈസ് കാണുന്നു. വലിയൊരുക്കുള്ള സൈസാണോ ഈ ഒരു ഏരിയ? അതെ അതെ. ഇവിടെയും മൊത്തം ചുരിദാർ സെക്ഷൻ തന്നെയാ. ചുരിദാർ എങ്ങനെ പോലും കറങ്ങി തിരിഞ്ഞ് വന്നാലും നമ്മള് മൊത്തം കോട്ടൺ ടൈപ്പ് ആണ്. 2 പീസ് സെറ്റ് ഉണ്ട്, 3 പീസ് സെറ്റ് ഉണ്ട്. അങ്ങനെ ഈ ഒരു മൊത്തം ഏരിയ പ്ലസ് സൈസുകാർക്ക് വേണ്ടി മാത്രമുള്ളത്. ഇനി ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കോട്ടൺ 3 പീസ് സെറ്റ്, 2 പീസ് സെറ്റ്, അങ്ങനെ കോട്ട് സെറ്റ് പോലെ കുർത്തീസും ഉണ്ട്. കുർത്തീസ് 2 പീസ് 3 പീസ് അതിന്റെ ഒരു ഏരിയ ആണ്. കോട്ടൺ മാത്രമുള്ള ഒരു ഏരിയ, അതും പ്ലസ് സൈസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയി എല്ലാതും ഉണ്ട്. ഇനി ഈ ബിഗ് സൈസ് എന്ന് പറയുന്ന സംഭവം ഇവിടെയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു. അല്ല നോർമലി അങ്ങനെ ഇതാറില്ല, അത് കാരണം ആൾക്കാർ ഇങ്ങനെ തിരിച്ചു പോണ ഒരു സംഭവം ഉണ്ടാവുക. എത്ര സൈസ് വരെ നമുക്ക് അവൈലബിൾ ആ? 6XL. ഓക്കെ, 6XL വരെ അവൈലബിൾ ആണ്. ഇതിന്റെ സൈസ് ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരെണ്ണം XL. ഇത് XL ആ. നമുക്ക് ഒരെണ്ണം ഒന്ന് ബിഗ് സൈസ് ഒന്ന് കാണിച്ചു തരും. ഒരെണ്ണം ബിഗ് സൈസ് കണ്ടാലല്ല നമുക്കും കൂടി ഒരു തീരുമാനമാക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇത് 3XL. ഓക്കെ, അതും പാർട്ടി വെയറിലാണ് 3XL പറയണത്. വാവ്, ഇത് 3XL എന്ന് പറയാൻ പറ്റില്ല, 5XL സൈസിന്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. ഇത് 5XL. ഓക്കെ, 5XLന്റെ കുർത്തി കേട്ടോ, വലിയ സൈസ്.
അപ്പൊ വലിയ സൈസുകാർക്കും നിങ്ങൾ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്, ചെറുതായാലും വലുതായാലും എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ബിഗ് സൈസ് പാർട്ടി വെയറില് ഇതേതാ സൈസ്? 50. 50 സൈസ് ഇട്ട് നല്ല വലിയ സൈസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ 6XL വരെ ഉണ്ട്. ഇനി 7, 8 പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതും കൊണ്ട് എത്തിക്കും. പോരെ, ഇത് നല്ല വലിപ്പമുള്ള നല്ല വലിയ സൈസാണ്. ഇതോടൊപ്പം സൈസ് XXL, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ എത്ര ആൾക്ക് കയറാം അല്ലേ? നമുക്ക് 2 ആൾ കയറാം. ഞാൻ കണ്ണാടിയിൽ ഒന്ന് നോക്കട്ടെ എന്ത് രസം. ഇങ്ങനെ പറയും എല്ലാരും, പറയണം. സോ പറയണമെന്നുള്ളത് കണ്ടാ പിന്നെ പറയാണ്ടിരിക്കുമോ? അപ്പൊ പ്ലസ് സൈസിന്റെ ഉണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു പാർട്ടി വെയറിന്റെ സെഗ്മെന്റ് ആണ് വരുന്നത്. ആ അറ്റം വരെ ഒന്ന് തിരിച്ചു നോക്കിയേ. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരു പാർട്ടി വെയറിന്റെ ഒരു സെഗ്മെന്റ് ആണ് ഈ ഫുൾ ആ അറ്റം വരെ വരുന്നത് കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്ന കാരണം നമുക്കൊന്നും കളേഴ്സും ഒരു ഡിസൈൻസും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നേരിട്ട് വരാം, കാരണം ഇതൊക്കെ ഒരു വീഡിയോയിൽ നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതല്ലാതെ എടുത്ത് കാണിക്കാൻ പറ്റാത്ത. ഇനി നല്ല അടിപൊളി കിഡു ഒരു വൈറ്റില് റെഡ്, എന്താ കോമ്പിനേഷൻ, അടിപൊളിയല്ലേ? ഇത് കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ? 3 ഉണ്ടാ. ഇത് അടിപൊളി ഒരു വൈറ്റില് കേട്ടോ. കണ്ടാ ഇട്ടര ആൾക്കാർ ഉണ്ട്. കണ്ട നീ പോയേ ഒന്നും വേണ്ടില്ല. ഇവൻ സെറ്റാട്ടോ. ഇവന് മൈക്ക് കൊടുക്കാൻ കണ്ടത്. എന്താ പേരുടാ? സാധിക്കണ ഞാൻ കൊണ്ടുപോവാ. അവർക്ക് നന്നായി സംസാരിക്കണ ആളാ. എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു ഫ്ലോറിൽ അത്യാവശ്യത്തിനേക്കാൾ കൂടുതൽ ഓവർഫ്ലോ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? ഇൻഡോ വെസ്റ്റേൺ. ഓക്കെ, അതുപോലെ ലെഹങ്ക ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈല്. ഈ ഒരു ഡമ്മിലിട്ട് കണ്ട ഇതുപോലത്തെ ഐറ്റംസ് ആണ് അല്ലേ മെയിൻ ആയിട്ട്? ലെഹങ്ക ടൈപ്പ് ഗൗൺസ് ഉണ്ട്. ഓക്കെ, ഫുൾ പാർട്ടി വെയർ സെക്ഷൻ. ഈ ഒരു സെഗ്മെന്റ് തന്നെ ഒരു നമുക്ക് ആ ഒരു ഫെസ്റ്റിവൽ ആക്ച്വലി വെഡിങ് ഈ ഒരു പേര് എങ്ങനെ വന്നു? ഇന്ത്യയില് വെഡിങ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യയിലെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വെഡിങ്ങിന് അത്ര പ്രാധാന്യമില്ല, ശരിയല്ലേ? പക്ഷെ ആ ഒരു തീം വെച്ചിട്ടാണ് നമ്മുടെ കടയുടെ പേര് വന്നിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അടിപൊളി. ഇതൊന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഷ്രഗ് മാത്രല്ലേ? ഓക്കെ. അപ്പോഴാണ് ആ ഒരു ലുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. യെസ്, ഞാൻ ഇട്ട ആ വഴിക്ക് പോകൂട്ടാ. അടിപൊളി. ഇട്ട ആ വഴിക്ക് പോകുന്നു. കേട്ടില്ലേ? അവർക്ക് മനസ്സിലായില്ല നമ്മുടെ തൃശ്ശൂർ ഭാഷ. അതെ, ഇനി എന്ത് വേണം? സൂപ്പറല്ലേ? ഒരു രക്ഷയില്ല. ഇനി ആ പാൻറ് കൂടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ സെറ്റ്. അതെ, 5 അത്രയുള്ളൂ? 10 പറയടാ, 10 പറയൂ. എന്നാലും എനിക്കൊരു സുഖം ഉണ്ടാവും കേൾക്കാനായിട്ടല്ലേ. ചോദിച്ചു മൊത്തത്തില് ചോദിച്ചു. 25 വയസ്സിൽ 5 വയസ്സ്, അപ്പൊ 20 വയസ്സ് കറക്റ്റ്. അപ്പൊ ഇതുപോലത്തെ നല്ല അടിപൊളി ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാ. പിന്നെ ഇവർക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. താഴത്ത് ഞാൻ കണ്ടില്ല ഹാൻഡ് വർക്ക് ചെയ്ത്. നമുക്ക് എല്ലാം ഉണ്ട്. ബ്ലൗസുകള് രീതിയിലാണെങ്കിൽ നമ്മൾ ഇതും കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ ഒരു വർക്ക് തന്നെയല്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ രീതിയിലുള്ള വർക്കുകളൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. സൈസ് ഒക്കെ ആളെന്നെടുത്തോ, എല്ലാത്തിനും ആളുണ്ട്. അപ്പൊ ഒന്നിനും പുറത്തേക്കുണ്ടോ? ഓഫർ വേണോ, ഡിസ്കൗണ്ട് വേണോ, കസ്റ്റമൈസ് വേണോ, അങ്ങനെ മൊത്തത്തിൽ എല്ലാം വെച്ചിന്തേല്. ഓക്കെ. നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ ഞാൻ കണ്ടില്ല ഈ ഷോപ്പ്? നമുക്ക് ഇനിയിപ്പം പുതിയത് വരാൻ പോകുന്ന പിന്നെ ഇതിന് തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. അലിയൻസ്, ചേട്ടായിറ്റ്സ്, വുമൻസ, ആ ഒരു പേരിലൊക്കെ നിങ്ങളുടെ സെയിം പേരിൽ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതൊരു നടുക്കിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരു 3 പീസിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇതിലും അടിപൊളി കളേഴ്സ്. പേസ്റ്റൽ വേണോ പേസ്റ്റൽ, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക്, എങ്ങനെ വേണമെങ്കിലും എല്ലാം സെറ്റാണ്. ഷോ, ഞാൻ ആദ്യം എന്നെ തന്നെ നോക്കട്ടെ, എന്നിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാനായിട്ടില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ ആ ഒരു സ്റ്റൈല് തന്നെ ഇഷ്ടപ്പെട്ടു. ഇവര് അറേഞ്ച് ചെയ്ത രീതികൾ ഇതും മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട്. 3 ഡിഫറെന്റ് സ്റ്റൈലാണ്. ഇതൊരു പെപ്ലം സ്റ്റൈലാണ് കേട്ടോ വരുന്നത്. അതും വിത്ത് പാന്റ്, ദുപ്പട്ട എല്ലാം അടക്കം. ഇതിപ്പോ ശരിക്കും ഞാൻ എന്താ പറയാ, കല്യാണ പെണ്ണിനെ ഒരുക്കുന്ന ഒരു ഫീലിംഗിൽ രണ്ടാളും കൂടി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കണേ. പോരാ, ഇനി എന്ത് വേണം? അപ്പൊ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അല്ലേ സെറ്റ്. അപ്പൊ ഇത് മാത്രല്ല, നമുക്ക് നോർമൽ ചുടിദാർ, അനാർക്കലി സ്റ്റൈൽ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി ഈ ഒരു സെഗ്മെന്റ് കൂടാണ്ട് നമുക്ക് ഇതൊന്നും നോക്കിയാൽ നല്ല അടിപൊളി ഒരു സംഭവമാണ്.
അവിടെ ഇരുന്നോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാ വന്നത്. ഒന്ന് അങ്ങനെ നീങ്ങേ ഒരു ഓട്ടല്ല ഇങ്ങോട്ട് നിൽക്ക്. ഓക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടെ എന്താ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? കളക്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റേറ്റ് വൈസ് ഒക്കെ നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത കരുനാപ്പള്ളി തന്നെ. ആളെ ഞാൻ പിടിച്ച എന്റെ മേത്തോണ്ട് ഇട്ടുണ്ട്. രണ്ടാള് ഇവിടുന്ന് ഓടി. ഇഷ്ടപ്പെട്ടില്ലേ മൊത്തത്തില്? ക്യാമറ നമുക്ക് ഒരു ഹായ് പറ. ഹായ്. അത്രയാണ്, അതാണ് വേണ്ടത്. എന്നൊരു നാണം അത്ര നമുക്കല്ല എല്ലാരും വേണ്ട. അവരോടട്ടെ. ഓക്കെ അപ്പൊ ഇനി നമുക്ക് മുകളിൽ പോയാലോ? ജെൻസിലോട്ട്. ഓക്കെ ഇവിടെ കുർത്തീരത്തായിരിക്കും ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. നോക്കിയേ ആ ഒരു സെഗ്മെന്റിൽ തന്നെ ആ ഒരു സെക്ഷനിൽ അത്യാവശ്യം നല്ലോണം റേറ്റ് കുറവിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ ഉണ്ട് അല്ലേ? ഈ ഒരു സ്ഥലത്തേക്ക് വന്നില്ല, അങ്ങനെ തിരിഞ്ഞ് നമ്മൾ അങ്ങനെ പോയി. ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ? അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചോ. അപ്പോൾ അത് അവർ വർക്ക് കാര്യങ്ങളും എല്ലാതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ അടിപൊളി. ഓ എന്താ രസല്ലേ ചേച്ചി അവിടെ നിന്നിട്ട് സൂപ്പർന്ന് പോരെ. ഇഷ്ടമായോ ചേച്ചിയെ? ചേച്ചിക്ക് ഇഷ്ടമായി. ചേച്ചി ഒന്ന് ഹായ് പറഞ്ഞോ അവിടെ. ചേച്ചിക്ക് സൂപ്പർ വേറെ ഒന്നും പറയാനില്ല. അന്ന് ഇഷ്ടമായാ? ഇതുപോലത്തെ അടിപൊളി സംഭവങ്ങളാണ് ഇത്. നമുക്ക് അൺസ്റ്റിച്ചഡ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ബ്ലൂമിങ് ജോർജറ്റിലാണ് ഇത് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണ്, ഒരു രക്ഷയില്ല. ചേച്ചി പിന്നെയും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്നൊക്കെയാണ് നോക്കേണ്ടത്? ഇത് തയ്ച്ചിടുമ്പോഴാണ് ചേച്ചി അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് വേറെ ഇതൊക്കെ അൺസ്റ്റിച്ചഡ് അല്ലേ? എല്ലാം സെമി സ്റ്റിച്ചഡാ. സെമി ആണോ? സെമി. ഓക്കെ കുറേ ഉണ്ടല്ലേ, പല മെറ്റീരിയലിലും അവൈലബിൾ ആണ്. എന്ത് രസം. ഇതൊക്കെ പാർട്ടി വെയർ അല്ലേ? ഇതേ പാർട്ടി വെയർ, ഇതൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ് കണ്ടോ? ഇതും നല്ല രസമായിട്ടുണ്ട്. ദാമന്റെ വർക്കാണ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. നല്ലോണം സ്റ്റോൺ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോണാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഓരോന്ന് ചെറിയ രണ്ട് സൈഡിലും ചെറിയൊരു മിറർ വർക്കില് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നല്ല ജോർജറ്റ്. ഇവിടെ ഇരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് മൊത്തം പാർട്ടി വെയർ കളക്ഷൻസ്. ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് മൊത്തം നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡിന്റെ സെഗ്മെന്റ് ആണ്. ഇത് ആ ഒരു സെക്ഷനാണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് അൺസ്റ്റിച്ചഡിന്റെ സെക്ഷനാണ് വരുന്നത്. അതും പാർട്ടി വെയർ ഉണ്ട്. ഇപ്പുറത്താണല്ലോ നമുക്ക് ആ ഒരു കോട്ടൺ ടിഷ്യൂ കോട്ടൺ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ. ഇത് ടിഷ്യൂന്റെ മെറ്റീരിയലിന്റെ, ഇത് കോട്ടന്റെ മെറ്റീരിയൽ. അതുപോലെ അത് നമുക്ക് അജ്ര കിക്കത്ത് അങ്ങനത്തെ പ്രിന്റുകളൊക്കെ വരുന്ന അങ്ങനെ പല വർക്കുകളൊക്കെ ആയിട്ടുള്ള അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ ഒരു സെക്ഷനാണ് ഈ ഒരു ഫുൾ സെക്ഷൻ ആ ഐറ്റം വരെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കോട്ടൺ അല്ലേ? ഇതാ കോട്ടൺ. അത് ഫ്രണ്ടിലത്തെ ഈ ഒരു ഇതിലും പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെയിലും പ്രിന്റ് വരുന്നുണ്ട്. ദുപ്പട്ടയിലും മൽമൽ കോട്ടന്റെ ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ? ഇതിലുണ്ടല്ലേ അപ് ടു ഓഫർ ഈ ഒരു ഏരിയയില്. ഈ ഒരു ഏരിയയില് 299 ഉള്ളൂ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്. സൂപ്പർ. ഇതിന് 500 ആണല്ലോ? അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു 1000ന്റെ മുകളിലൊക്കെ പൂട്ടോ, പക്ഷെ അങ്ങനെയല്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ റേറ്റ് കുറവുണ്ട്. വെറും 599 നമുക്ക് നല്ലൊരു കോട്ടന്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കണ്ടോ? 299 ഒരു 5 എടുത്തോ. എൻ്റെ പേരിൽ ബില്ലടിക്കാൻ 299 ഉള്ളോട്ടെ ഇതിന് അൺസ്റ്റിച്ചഡ് സെറ്റ് അല്ലേ? ഇതും ദുപ്പട്ടയും അതുപോലെ തന്നെ നല്ലൊരു സെറോസ്കി ടൈമിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ്. ടിഷ്യൂൻ്റെ നല്ലൊരു സംഭവം കാണിച്ചു തരാം. അതാ ദുപ്പട്ട. ഇതിൻ്റെ മുകളിൽ, പക്ഷെ ഞാനിത് ടോപ്പാന്ന് വിചാരിച്ചത്. നല്ല രസം. അതെ വേറെ ഉണ്ട്. അത് എൻ്റെ കയ്യിലിരിക്കുന്ന ദുപ്പട്ട. പക്ഷെ ഇതിൻ്റെ ആ ഒരു വർക്കാണ് എനിക്ക് ഇഷ്ടമായത്. കളറും നന്നായിട്ടുണ്ട് കണ്ട. ഈ ഒരു കട്ട് വർക്കുകൾ കണ്ട, ആപ്ലിക് വർക്കും കൂടി കൊടുത്തിട്ടുള്ള ഒരു കളക്ഷനാണ് ടിഷ്യൂല്. ഇത് ദാമൻ്റെ പോർഷനിൽ വരുന്ന ഒരു വർക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. അപ്പോൾ ടിഷ്യൂൻ്റെ ഉണ്ട്. ഏതൊരു മെറ്റീരിയൽ ചോദിച്ചാലുണ്ട്. എല്ലാത്തിലും നമുക്ക് ഓഫർ വരുന്നുണ്ട്. അപ് ടു 70% ആണ് ഓഫർ വരുന്നത്. ചിലതിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് 50 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പെരുന്നാൾ അത് കാണിച്ചു ഞങ്ങൾ. എത്ര? റേറ്റ് ആണ് പറയാൻ വന്നത്. 899. 899.
ആ 800 ആ 899. ആ അങ്ങനെ പറയും. നമ്മുടെ മലയാളികൾക്ക് സാധാരണ പോലെ വേണ്ടത് 899 ഈ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കൊണ്ടുപോലെ. ഇതാണ് നമ്മുടെ ജെൻസിന്റെ സെക്ഷൻ അല്ലേ? അതെ. ഇവിടെയും ഓഫറിന്റെ തെളിവ് കണ്ട അവിടെ ഇത്രയും അധികം തിരക്ക്. ഞാൻ ഓടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടി ഇട്ട് വെച്ചിട്ട് പതുക്കെ പറയണത്. എന്തായാലും ഇവിടെയും ഉണ്ട് ഓഫർ, അതും അപ് ടു 70% വരെ. അപ്പൊ ജെൻസിന്റെ സെക്ഷനിൽ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ വരുന്നത്? ഷർട്ട് 199, 299, 399 ഓഫർ ഷർട്ടിന്. നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ ഇത്? ഇത്രയും റേറ്റ് കുറഞ്ഞു കൊടുക്കണം. തലയ്ക്ക് വലിയ ഭ്രാന്തുണ്ടാ? ഇല്ല, വെറുതെ കിടക്കട്ടെ അല്ലേ? ഇത്രയും നമ്മള് കൊടുത്തില്ല, അപ്പൊ പിന്നെ ജെൻസിനും കൊടുക്കണ്ടേ? അത് വേണം. നമ്മുടെ മൊഞ്ചനെ എവിടെ പോയിരുന്നത്? പോയില്ല. അപ്പൊ ഞാൻ കാണാണ്ട് ഇപ്പൊ ഇങ്ങടെ പോയെന്ന് വിചാരിച്ചു. ഷർട്ട് എനിക്ക് എടുക്കാലോ, ഓഫർ അല്ലേന്ന്. അപ്പൊ മൊത്തത്തിൽ ഓഫറാണ് ഇവിടെ ഓഫറാണ്. അപ്പൊ ഷർട്ടിന്റെ എന്ന് പറയുമ്പോ ഈ കളക്ഷൻസ് മൊത്തം അത് സൈസ് കിട്ടും, എല്ലാ സൈസിലും ഉണ്ട്. എല്ലാം സൈസ് പോരെ, ഡബിൾ എക്സൽ എല്ലാം സൈസസ് അവൈലബിൾ ആണ്. ഇവിടെയും ഉണ്ട് ഷർട്ടിന്റെ ഓഫേഴ്സ്. ഇതൊക്കെ പല സൈസസ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പല മെറ്റീരിയൽ ആയിട്ട് വെച്ചിരിക്കുന്നത്. റേറ്റ് വൈസ് 299, 399. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ജീൻസിനും ഓഫർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ജീൻസ് 499, 399. അങ്ങനെയാണ് ഓഫർ വരുന്നത്. ജീൻസിന്റെയിലും ഓഫർ ഉണ്ട്. ഇതിനാ 399. ഇതിന് 399 അല്ല, എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് ഈ റേറ്റ് എന്നൊക്കെ പറയുമ്പോ അപ്പൊ സാധാരണക്കാർക്കും ഈ ഒരു ഷോപ്പിൽ കയറി വരാൻ പറ്റുന്നതിന് ഒരു തെളിവാണ് ഈ ഒരു നിസ്സാരം റേറ്റ് 399. അതോ 300 പറയുമ്പോ ഇവിടെ 299 ജീൻസ് കൊണ്ടല്ലേ? 299 ജീൻസ് പോരെ, ഇനി എന്തോരം വേണം? അതും ഈ ഒരു സെക്ഷൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട് ഇവർക്ക് മെൻസിന്റെ സെക്ഷനിൽ എന്ന് പറയുമ്പോ. ഇതും നല്ല നല്ല ട്രെൻഡി ഐറ്റം ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കണത്. കളേഴ്സും ഉണ്ട് ഒരുപാട്. ഇതൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പൊ 200 തൊട്ട് സ്റ്റാർട്ട്. കാർഗോ 499. 400 വരുന്നുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, എന്നാലും റേറ്റ് കുറവാണ്. കാർഗോ വരുന്നുണ്ട്, സാധാരണ നോർമൽ പാന്റ് വരുന്നുണ്ട്, കളേഴ്സ് അവൈലബിൾ ആണ്, സൈസസ് അവൈലബിൾ ആണ്. ഇനി എന്ത് വേണം? പിന്നെ ഈ സൈഡും ഓഫറാണോ? ഈ ഒരു ഏരിയയില് ഷർട്ട് തന്നെയാ? ഓക്കെ. ഇത് മറ്റേ എന്താ റേറ്റ് വൈസ് വ്യത്യാസമായിട്ടാണെങ്കിൽ അവിടെയും ഷർട്ട് വെച്ചിട്ട് ഇത് 199 എടുത്ത് ഓരോരോ ഇങ്ങോട്ട് പൊന്തിച്ച് വേഗം കാണിച്ചേ. ഓൺലി 199 നല്ല അടിപൊളി ഷർട്ടുകൾ. വേഗം അതെ ഇവിടുത്തെ കിടക്കണം തന്നെ എടുത്തോ. നിങ്ങൾക്ക് ഉഷാറില്ല കേട്ടോ, പോരാ. ഭക്ഷണം കഴിച്ചില്ലേ? അയ്യോ പാവങ്ങള്. പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചോ. ഇഷ്ടപ്പെട്ടു. 199 സെറ്റ് അതന്നെ വേണ്ടത്. നീ എവിടെയായിരുന്നു ഇവിടെ? അപ്പൊ ഇത് 299. ഓക്കെ, അടിപൊളി. 299 നല്ല ക്വാളിറ്റി ഉള്ളതാ. അതും ഈ കാണുന്നതൊന്നും പ്രിന്റ് അല്ല കേട്ടോ, എംബ്രോയിഡറിയുടെ വർക്ക് ചെയ്തിട്ടുള്ളതാ അല്ലേ? ആ, പ്രിന്റ് പറഞ്ഞിട്ട് പറ്റിക്കില്ല. ഇത് എത്രയാ? 199. 199. ഇത് 199. എല്ലാം ഏതെടുത്താലും 199. അടിപൊളി. ബ്രാൻഡഡ് ഐറ്റംസ്. അപ്പൊ എനിക്ക് തോന്നണ നമ്മുടെ ലേഡീസിനേക്കാളും ഓഫർ കൂടുതൽ ഇപ്പൊ ജെന്റ്സിന്റെ ഷർട്ടിനാണ് വെച്ചിരിക്കണേ. നല്ല അത് കറക്റ്റ്. 199. 199 നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു രക്ഷയില്ല. ഇതൊക്കെ ഉള്ളിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യമാണ്. നല്ല മെറ്റീരിയൽ, അതും റേറ്റ് കുറവില്ല. 199 എന്ന് പറയുമ്പോൾ ഇതന്നെ കിട്ടണം എന്നില്ല കേട്ടോ. നിങ്ങൾ നേരത്തോടെ വരാം. കാരണം അല്ലെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാനും ഓർഡർ ചെയ്യാൻ പറ്റൂല. ഓൺലൈനായാലും നമുക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഓഫേഴ്സിന്റെ ഐറ്റംസ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക, ഷോപ്പിൽ നേരിട്ട് വരിക, പർച്ചേസ് ചെയ്യുക. അല്ലാത്തത് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെഡിങ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഈ ടൈമിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല കൂടുതൽ കളക്ഷൻസ് ഒക്കെ കണ്ട് കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ കൂടുതൽ പർച്ചേസ് ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ ഒരാളെ കണ്ടല്ലോ നമ്മള്. എവിടെ 199 ആൾക്കാര്? ഇവരൊക്കെ 199 പേരിടാല്ലേ? എന്താ പേരിടാ? അനഫ്, അജ്മൽ, റസ്വാൻ ഒക്കെ 199 ആണ് കേട്ടോ. നീ 199, ഞാൻ ആ പേരിട്ടു. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരാണെങ്കിൽ ഇവിടെ ജീൻസ്, ഫോർമൽ പാൻസ്, ജെൻസിന്റെ ഐറ്റംസ്. ഓക്കെ. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഫർണിഷിംഗ് ഐറ്റംസ്, നമുക്ക് കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാന്ന് പറയണു. അവിടെ പില്ലോ തൊട്ട് ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, അങ്ങനെ എല്ലാ A to Z സംഭവങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾക്കാണ് നമ്മൾ മെയിനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്. അവിടെയാണ് തിരക്ക് കൂടുതൽ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് എനിക്ക്. അവിടെയാണ് തിരക്ക്. നമ്മളാദ്യം നന്നാവട്ടെ, നമ്മളാദ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കട്ടെ, റേറ്റ് കുറവിന്. ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്?
ടീഷർട്ട് കൊറേ ഉണ്ടല്ലേ? കളക്ഷൻസ് ആണ് ഈ കളക്ഷൻ എനിക്ക് കാണിക്കാണ്ട് പറ്റില്ല. കാരണം സെലിബ്രിറ്റി ലെവലിലുള്ള ഒരു ഷർട്ടാണ്. ഇതിന്റെ ഇവിടുത്തെ പ്രിന്റുകൾ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന പീസുകളാണ്. ഇതൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ? അതെ, ഒരുപാട് ഡിമാൻഡുള്ള ഒരു ഐറ്റം. സെലിബ്രിറ്റി പീസ് എന്നാണ് ഈ ഒരു ഷർട്ട്. ഇങ്ങനെ വർക്കുകളൊക്കെ വരും കേട്ടോ. ഇതിലിപ്പോ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറിയുടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്, അങ്ങനെ വർക്ക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കണ്ടുപോകാം. കാരണം എന്ന് വെച്ചാൽ ഇതല്ലാതെ ഞാൻ എടുത്ത് കാണിക്കാന്ന് പറയുമ്പോൾ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഷർട്ടുകളുടെ ഒരു ലോകം തന്നെയാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം നമുക്ക് ഷർട്ടിന്റെ ഈ ഇരിക്കണതൊക്കെ ഡിഫറെന്റ് സൈസസ് ആണ് വരുന്നത്. ഡിഫറെന്റ് സൈസ്, ഡിഫറെന്റ് പ്രിന്റിന്റെ ഹാഫ് കൈ ഉണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, ക്ലോത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും പേസ്റ്റലായാലും നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ആയാലും ചെക്കില്, പ്രിന്റില്, ലൈനില്, സ്ട്രൈപ്പിൽ അങ്ങനെ നോക്കാം. എവിടെ നോക്കിയാലും നമുക്ക് ഇപ്പൊ ഷർട്ട് മാത്രം തുടങ്ങിയിട്ടുള്ള കഴിയാനായിട്ട് ഇനിയും സമയം എടുക്കും എനിക്ക് തോന്നുന്നത്. ആ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഷർട്ട്, ടീഷർട്ട്, ഈ സൈഡ് ടീഷർട്ടാണ് വരുന്നത്. ഈ ടീഷർട്ടും ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡ് ഷർട്ട്. ഇവിടെ എല്ലാം കാഷ്വൽ വെയേഴ്സ് ആണ് ഈ സൈഡ് വരുന്നത്. ഈ സൈഡ് മൊത്തം അത് സൈസ് ബേസിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എനിക്ക് ഇവരുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത റേറ്റ് മാത്രമല്ല കേട്ടോ, കളക്ഷൻ എന്ന് പറയുമ്പോൾ അപാര കളക്ഷനാണ്. ഒരു ഫുൾ ഫ്ലോർ എന്ന് പറയുമ്പോൾ വെറും ഫ്ലോർ അല്ല, ഒരു സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഇത്രയും മെൻസിന്റെ കളക്ഷൻസ് ഒരുക്കിക്കുന്നത്. ഇനി ഇപ്പുറത്ത് ഇവിടെയും പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടില്ലേ, അതിന്റെ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ വെഡിങ്ങിന്റെ. ഓക്കെ, പിന്നെ ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് ധോത്തീസ്, പിന്നെ വെള്ളിയും മീൻസ് ഓഫ് വൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ഒരു സെഗ്മെന്റ് ഈ സെക്ഷൻ വരുന്നത്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഷർട്ടിങ്, സൂട്ടിങ് മെറ്റീരിയൽസ് ഐറ്റംസ്. ഷർട്ടിങ്ങിനും സൂട്ടിങ്ങിനും ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മെൻസിന്റെ വരുന്നത്. ആ ഫുൾ ഏരിയ വരുന്നത്. നമ്മൾ പാവങ്ങൾ ഇവിടെ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണ രണ്ടാളും. എന്തെങ്കിലും ഒന്നും മിണ്ടിക്കണ്ട നമുക്ക്, ചിരി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വെട്ടാൻ റെഡി അല്ലേ? വെട്ടാൻ റെഡി അല്ലേ? ഞാൻ വെട്ടണ്ടേ? അത് നന്നായി. നിങ്ങളിവിടെ വെട്ടാനല്ലേ നിൽക്കണേ? വെട്ടാൻ റെഡി അല്ലേ ചോദിച്ചേ? ഓക്കെ. അപ്പൊ എത്ര മീറ്റർ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് വരുന്നത്? നമുക്ക് 295 സ്റ്റാർട്ടിംഗ് ഉണ്ട് മീറ്ററിന്. നല്ല സൈസ് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് ഷൂട്ടിങ്ങിന്റെ വരുമ്പോ ഷൂട്ടിങ്ങിന്റെ ആകുമ്പോൾ നമുക്ക് 495, 480 നല്ല ക്വാളിറ്റി ഉള്ളത്. വെച്ചാൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ കല്യാണ ചെക്കനിലേക്കൊക്കെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓഫീസിലേക്ക് അങ്ങനത്തെ സംഭവങ്ങള്. ചന്ദന ഇട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ലേ? അതെ, ഞാൻ വിളിച്ചു അവരോടെ ഇവരും നോയമ്പെടുക്കാന്ന്. എന്തായാലും ഇനി ഈ ഒരു ഇവിടെ ടീഷർട്ടിന്റെ ഓഫേഴ്സ് ഉണ്ട്, 99 അവിടെയുണ്ട്. അതെ, നല്ല തിരക്കുണ്ട് കേട്ടോ. ക്വാളിറ്റീനനുസരിച്ചിട്ട് തിരക്കും റേറ്റ് കുറവും എല്ലാം കൂടി ഇഷ്ടപ്പെട്ടു. ഇത് 99 ഉള്ളി ടീഷർട്ട് 99 ഉള്ളി. ചിലത് നമുക്ക് ബനിയൻ സ്റ്റഫ് വരുന്നുണ്ട്, കോട്ടന്റെ വരുന്നുണ്ട്, പല മെറ്റീരിയൽസാണ് ഇവിടെ ഇരിക്കുന്നത്. അതോ വരിക, നോക്കുക, എടുക്കുക. ഓഫറിനുള്ള സംഭവങ്ങളൊക്കെ നേരിട്ട് തന്നെ വരണം. അതിന് നോ ഡൗട്ട് അല്ലേ? ഓഫറിനുള്ള സംഭവങ്ങൾ നേരിട്ട് തന്നെ വന്നേ പറ്റുള്ളൂ. പിന്നെ പിടിച്ചേ ഒന്നുമില്ല, വെറുതെ. നിങ്ങൾക്ക് എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. ഓഫറൊക്കെ ഉണ്ട് നമുക്ക് പറയണതൊക്കെ കിട്ടിയോ? ആർക്ക് വേണ്ടിട്ടാ മേടിക്കാൻ വന്നത്? ബേബിക്ക് ഈ ഒരു സെക്ഷൻ തന്നെയാ 4th. അപ്പൊ പിന്നെ ഇവിടേക്ക് വന്നത് അങ്ങനെ പറ. എങ്ങനെ മൊത്തത്തിൽ ഇഷ്ടമായോ ഇവരെ? നിങ്ങൾ സ്ഥിരം വരുന്നതാണോ ഇവിടേക്ക്? ഉമ്മയ്ക്കാണ് പറയാൻ താല്പര്യം. ആളെ ഉമ്മനെ ഇങ്ങനെ നോക്കി ചോദിക്കാം. ഉമ്മ ഇവിടുത്തെ ആളാണോ? നമ്മുടെ കൊല്ലം കയറ്റിയാണോ? അതെ. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? അത് കൊല്ലത്തുള്ളത് തന്നെയല്ലേ? കൊല്ലം കരുനാഗപ്പള്ളി. അപ്പൊ കൊല്ലത്തുള്ളത് തന്നെയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും കൊല്ലം ജില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നല്ല ഉദ്ദേശിച്ചത്. എന്തായാലും സ്ഥലം പറയണ്ടെങ്കിൽ പറയാനും ഇഷ്ടമില്ല മൊത്തത്തില്. ബസ് എനിക്ക് ഹാപ്പി. ഇനി നമുക്ക് ടീഷർട്ട് 50% ഓഫറിനുള്ള 50% ഫ്ലാറ്റ് 50. ഫ്ലാറ്റ് 50 എന്ന് വെച്ചാൽ പകുതി വിലയാണ് കേട്ടോ ടീഷർട്ട് കൊടുക്കുന്നത്. ഫ്ലാറ്റ് 50. അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ചിലതൊക്കെ ഫ്ലാറ്റ് 50-ലും പെടുന്നുണ്ട്, ചിലതൊക്കെ അപ് ടു 70-ലും പെടുന്നുണ്ട്. അപ്പൊ വരിക, നോക്കുക. കാരണം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 1.5 കളക്ഷൻസ്. എനിക്ക് ഏരിയ ആണ് ഇഷ്ടമായത്. സെറ്റപ്പ് അടിപൊളിയായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഒരു ബെസ്റ്റ് ഇംപ്രഷൻ പറയില്ല, ആ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഇവളെ ഇഷ്ടപ്പെട്ടു, പിന്നെ അവനും ഇഷ്ടപ്പെട്ടു. അവനെയാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ശരിക്കും ഇഷ്ടപ്പെട്ടതാ, അങ്ങനെ പറയണല്ലേ? ശരിക്കും ഇഷ്ടപ്പെട്ടു. പോരാ ഇനി ഈ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെയാ എക്കണോമിക് റേഞ്ചിലുള്ള കളക്ഷൻസ്? ഫോർമൽ ടൈപ്പ് ആണ്. അതും നമ്മൾ സൈസ് ബേസിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്. ഇവിടെ വരുമ്പോൾ ഒരു 300-200 തൊട്ട് സ്റ്റാർട്ടിങ്. ഈ രണ്ടിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഷർട്ടുകളുടെ സെക്ഷൻ. പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കാനൊക്കെ ഉള്ള ഷർട്ടുകൾ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ആണ് വെഡിങ്. ഇതിനുള്ളിലുണ്ടല്ലേ? ഓക്കെ, ഇവിടെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലാണ് മെയിൻ ആയിട്ട് കൂടുതലുള്ള. അല്ല, കളറിലും ഉണ്ട്, ഓഫ് വൈറ്റിലുണ്ട്. കൂടുതലും ഹിന്ദു ടേസ്റ്റ് അനുസരിച്ച് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിനൊരു വൈറ്റ് ഓഫ് വൈറ്റ് തീം, ആ ഒരു തീമിലുള്ള കുർത്ത ആണ് ഉള്ളത്. അതും ലെങ്ത് സൈസസ് ഒക്കെ ഉണ്ട്. പല വീവിങ്ങിലാണ് വരുന്നത്, പല ഡിസൈൻസിലാണ് വരുന്നത്. നേരിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ 1-2 പീസിൽ ഒതുങ്ങുന്നതല്ല ഈ ഒരു കളക്ഷൻ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. അതുപോലെ ഷർട്ട്സും അവൈലബിൾ ആണ്, കുർത്താസും അവൈലബിൾ ആണ്, ധോത്തീസും അവൈലബിൾ ആണ്, ഹാൻഡ്ലൂമിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഈ മുണ്ടെടുത്ത് ടിഷ്യൂന്റെ കേട്ടോ, അത് ഹാൻഡ്ലൂം ആണ്. അതാ ഞാൻ എടുത്ത് പറയുന്നത്. പ്യുവർ ഹാൻഡ്ലൂം. ആ ഹാൻഡ്ലൂമിന്റെ നമുക്ക് പവർലൂം ഹാൻഡ്ലൂം 2 ടൈപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനുള്ള റേറ്റ് അനുസരിച്ച്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബഡ്ജറ്റല്ല, അതിനേക്കാളും കുറവ് റേഞ്ചിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്രയും റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഷെർവാണി. അതുപോലെ തന്നെ കളർ വേണമെങ്കിൽ കളറിലും ഷെർവാണി പോലെയുള്ള ഫംഗ്ഷൻസിന് മാച്ചിങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ചിക്കൻ കറിയിൽ തന്നെ സ്വീക്വൻസ് വർക്ക് ഉണ്ട്, സ്വീക്വൻസ് വർക്ക് ഇല്ലാത്തത് വരുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും ട്രെൻഡുള്ള ഒരു സംഭവമാണ് കേട്ടോ. കണ്ടാ, ഇതൊക്കെ ട്രെൻഡ്. ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഒരു ഹരമാണ് അല്ലേ? അല്ലേ? എപ്പോഴെങ്കിലൊക്കെ ഇടാൻ തോന്നിയില്ല? ഇട്ടുണ്ടോ? ഇത് അല്ലേ, കൂടുതൽ ഇങ്ങനത്തെ ചിക്കൻ കറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് പ്ലെയിനിൽ അല്ലെങ്കിൽ ഈ അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ വർക്കൊക്കെ വന്നിട്ട്, വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം എടുക്കട്ടെ കേട്ടാ. ഈ എടുത്താലും പോലെ ഓലോന്ന് വെച്ചിട്ട്. പക്ഷെ എനിക്ക് ഇത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല അടിപൊളി ഡിസൈൻ. കണ്ട, നമുക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മുടെ കേരള ട്രഡീഷണൽ ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഒരുക്കുന്നത്. കളർ വേണമെങ്കിൽ കളർ, വൈറ്റ് വേണമെങ്കിൽ വൈറ്റില്. പിന്നെ ഷെർവാനിയിൽ തന്നെ കുറച്ചുകൂടി ഹെവി ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അത് ഈ ഒരു സൈഡാണ് മൊത്തം വരുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് ഇരിക്കുന്നത് മൊത്തം ആ ഒരു ഹെവി ഉണ്ട്. ഇനിയും ഉണ്ടാ? എന്റെ പൊന്നേ, ഞാൻ ഇതോടുകൂടി ഇവിടെ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇരിക്കണത്. ഇവിടെ തീരുന്നില്ല. അതെ, ഇനി ഒരു ബ്ലേസറിന്റെ സെക്ഷനാണ് ഈ മൊത്തം വരുന്നത്. ഇനി എന്ത് പറയാൻ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. സ്യൂട്ട്, ഷെർവാണി, എല്ലാ ഐറ്റംസും ഉണ്ട്. ഊണും റെഡിയാക്കി വെച്ചോട്ടാ. വരുമ്പോ രാവിലെ തൊട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് കാണണം. അത്രയും അധികം കളക്ഷൻസ്, അത്രയും അധികം സ്റ്റോക്സും ഉണ്ട്. ഓഹ്, എന്താ മുതല്. ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. അടിപൊളി. സത്യം, മനസ്സിപ്പോ കണ്ടെത്തിയത്. ഞാൻ എന്റെ മോന്റെ കല്യാണം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മോന്റെ കല്യാണത്തിന് നീ ഇവിടെ നിന്ന്, കാരണം കളക്ഷൻ അത്ര അധികം ഉണ്ട്. ഏത് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. അത് ഒന്ന് അടുത്തേക്ക് വരാണെങ്കിൽ ഈ ഒരു ഡിസൈൻ കാര്യങ്ങൾ ഒന്ന് എടുത്ത ആ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക്. ഇങ്ങനെ ദൂരത്തെ കൂടെ കാണുന്ന ഒരു ഫീലിംഗ് തന്നെയല്ല, അടുത്ത് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റിയും ഡിസൈൻസും ഒരു രക്ഷയില്ലാത്ത ഒരു കളർ കോമ്പിനേഷനും അടിപൊളി. ഇനി പെണ്ണിന്റെ സാരി ഞങ്ങളുടെ കോട്ട് നോക്കിയിട്ട് എടുത്താൽ മതി അല്ലേ? ആ, കോട്ടിനാണ് ഇപ്പൊ ഡിമാൻഡ് കൂടുതല്. അടിപൊളി ഒരു അല്ലേ? ഡ്രസ്സ് കിട്ടാനുണ്ട്, പെണ്ണ് കിട്ടാനില്ല. സെറ്റാക്കാം, നീ വിഷമിക്കണ്ട, നമുക്ക് സെറ്റാക്കാന്നേ. ഇനി നമുക്ക് സാരിയുടെ സെക്ഷനിൽ പോയാലോ? പോവാം. ആ ശരിയാ, ഇപ്പോഴേക്ക് താഴത്തേക്ക് എത്തിയോ? നമ്മൾ താഴത്തേക്കാണോ? ആ, ഓക്കെ. കേറിക്കോ, സ്ഥലമുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക്. ഇനി നമ്മള് താഴത്തെ സാരിയുടെ ഒരു സെക്ഷനിലേക്കാണ്. അടിപൊളി. മൊത്തത്തില് കുർത്തീസിന്റെ സെക്ഷനിലാണോ നിങ്ങൾ പോയിട്ട് തന്നെ? അടിപൊളി അടിപൊളി. നമുക്ക് ഇനി താഴത്തേക്ക് പോകണം. നിറഞ്ഞു ലിഫ്റ്റ്. ഒരു ഗ്യാപ്പിൽ നിൽക്കണം. ഒന്നിറങ്ങിയോട്ടെ ഞങ്ങള്. ഇത് നമ്മുടെ സാരീര സെക്ഷൻ. നമ്മുടെ കുട്ടി എവിടെ പോയി? അതെ, ഇവിടെയുണ്ട്. ഇവിടെ എവിടെയായിരുന്നു? ഞാൻ സാരി നോക്കാൻ പോയതാണ്. കറക്റ്റ് ആണോ സെറ്റ് ആണോ എന്നുള്ളത്.
ദേ ഇപ്പൊ ഇത് ഒരു തീം, നമ്മുടെ പെരുന്നാളുടെ തീം, പെരുന്നാളിന്റെ ഒരു തീമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ തരം ഐറ്റംസ് ഇവിടെ കിട്ടും, ലേഡീസ്, ജെന്റ്സ്, കിഡ്സ്. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് സാരീസ്, ലെഹങ്കാസ്, അതുപോലെ തന്നെ ലെഹങ്ക, വെഡിങ് ലെഹങ്ക, വെഡിങ് ഗൗണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അടിപൊളി. ഇവിടുന്നാണോ അവിടുന്നാണോ? അവിടെ ലെഹങ്ക, ഇവിടെ വെഡിങ് സാരി, സാരി കഴിഞ്ഞിട്ട് മതി ലെഹങ്ക. കാരണം എന്ന് വെച്ചാൽ ഒരു മലയാളി അല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ എന്ന് പറയണത് സാരിയാണ് മെയിൻ ആയിട്ട് നോക്കണത്. ഫാൻസി സാരിയും തുടങ്ങാം. വെഡിങ് സാരിയും തുടങ്ങാം. അതുപോലെ ഫാൻസി സാരീസിന്റെ കളക്ഷൻ നോക്കി എന്ത് രസം. അതില്ലേ, അടിപൊളി അല്ലേ? ഇവിടെ വരുമ്പോ തന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് വെച്ചു. ഈ ഒരു വെഡിങ് പർച്ചേസിങ്ങിന് എത്ര ആൾക്കാർ വന്നാലും ഇവിടെ സെറ്റപ്പാണ്. ഇരിക്കാൻ സ്പേസും ഉണ്ട്, അത്യാവശ്യം വന്ന് നോക്കി സാരി സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ കസ്റ്റമർ ഒന്ന് വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് സാരീസ് ഒക്കെ കാണിക്കുക? സാധാരണ വന്നിട്ട് ഉടുത്ത് കാണിക്കോ? എല്ലാം കാണിക്കല്ലോ. ആരാ ഉടുത്ത് കാണിക്കോ? ചേട്ടൻ ഉടുത്ത് കാണിക്കോ? ഇല്ല, നമുക്ക് അതിന് പ്രത്യേക ആളൊക്കെ ഉണ്ട്. നമ്മുടെ സെലിബ്രിറ്റി ആരാ? സെലിബ്രിറ്റി. ഹായ്, വാ വാ, ചാട് ചാട് ചാട്, മുകളിലേക്ക് ചാട്. എനിക്ക് സാരി അത് സാരില്ല, പ്രത്യേക സ്പേസ് ഒക്കെ ഉണ്ട് സാരി വെയർ ചെയ്യാൻ പറ്റുന്ന. അവിടെ കൊടുത്ത മിറർ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്നൊന്ന് കേറി കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ. എനിക്കിഷ്ടായി. എന്താ പേര്? ബിബിൻ. ബിബിൻ ജിബിനൊക്കെ കേട്ടിട്ടുണ്ട്, ഡിബിൻ ആദ്യമായിട്ടാ. കുറച്ച് വെറൈറ്റി ആണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് എന്താ വരുന്നത് ഒന്ന് പറഞ്ഞാൽ? അത് വെഡിങ് സാരീസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോ ഒരു 4,999 മുതൽ സ്റ്റാർട്ടിങ് വരും. സ്റ്റാർട്ടിങ് ഇവിടെ വരുമ്പോ 10 മുതൽ 15 വരെ. അത് ഫുള്ള് മിക്സ്ഡ് ആണ്, ലൈറ്റ് ഷെയ്ഡുകള്, കൂടുതലും പേസ്റ്റൽ ഷെയ്ഡുകള്. പിന്നെ അങ്ങോട്ട് 20, 25, 30, 1 ലക്ഷം വരെ പോകുന്ന സാരീസ് നമുക്ക് അവൈലബിൾ. ഓക്കെ, അങ്ങനെ. അപ്പൊ 1 ലക്ഷം വരെ സാരീസ് ഇപ്പൊ നിലവിലുണ്ട്. നിങ്ങൾ 2 ലക്ഷം പറഞ്ഞാലും അത് നമ്മൾ ചെയ്ത് തരും. പിന്നെ ഹാൻഡ് വർക്ക് ചെയ്ത പീസുകളും. എന്തായാലും ഇതൊക്കെ ഹാൻഡ് വർക്കിന്റെ ഒന്നും ഒരു കളക്ഷൻ നോക്കാട്ടോ. ഇത് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അതെ, ഈ ഹാൻഡ് വർക്കിന്റെ സെക്ഷനൊക്കെ നമ്മൾ താഴത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, അവരിരുന്ന് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ബോർഡറിൽ തന്നെയല്ലേ നമുക്ക് ബ്ലൗസിലായാലും നമുക്ക് ഹാൻഡ് വർക്ക് കളക്ഷൻ ഒക്കെ ചെയ്യാലോ. അത് സെപ്പറേറ്റ് ചാർജ് വരും കേട്ടോ, അത് പ്രത്യേകം പറയുന്നു. സെപ്പറേറ്റ് ടീമുകളാണ്. അതെ, അത് ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് സാരീസ് ഇരിക്കേ ഉടുത്ത് കാണിക്കേ. അല്ല, ഞാൻ ഇയാളെ ഉടുപ്പിച്ച് കാണിക്കേണ്ടത്. ഞാൻ പ്രൊഫഷണലി സാരി ഡ്രേപ്പിസ്റ്റ് ആണ്. അവിടെ വേണ്ട, ഇവിടെ മതി. വീഡിയോയില് നല്ല എനർജി ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെല്ലാം അപ്പുറത്ത് പബ്ലിസിറ്റി എന്തുവാണ് എനിക്ക്. എന്തായാലും സാരി ഉടുപ്പിച്ച് തരുന്നുണ്ട്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങോര് എന്നെ സാരി ഉടുപ്പിക്കാന്നുള്ളത്. കാരണം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂട്ടി. ഞാൻ തന്നെ പറയണോ? പിന്നെ ആരാ ഞാൻ പറയണ? പറ. പുഷ്പ 2 ഫിലിമിലെ അല്ലു അർജുനെ സാരി ഉടുപ്പിക്കാൻ എനിക്ക് ചെറിയൊരു ഭാഗ്യം ഉണ്ടായി. ആ ചെറിയ ഭാഗ്യം എനിക്കും കൂടി ഉണ്ടായി. അപ്പൊ ഒരു പകർച്ച ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പേര് അതുപോലെ തന്നെ ചാനലിന്റെ പേര് വേണമെങ്കിൽ പറഞ്ഞു, ഇതിൽ കൂടെ നമ്മൾക്കും അറിഞ്ഞോട്ടെ. ഡ്രേപ്ഡ് ബൈ ദിബിൻ എന്നാണ് ചാനലിന്റെ പേര്. ഞാൻ ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല ആക്ച്വലി. കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ. റോട്ടിൽ വെച്ചിട്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്ന ഇവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറക്കുവേ, അതൊക്കെ കേസ്. അടിപൊളി. ഇങ്ങനെയൊക്കെയാണ് സാരി ഉടുക്കാന്നല്ലേ. അതൊരു പാവാടിയില്ലെങ്കിലും കാര്യം നടക്കും. പേര് വിപിൻ അല്ലേ? ഡിബിൻ. ഡിബിൻ. ഞാൻ എപ്പോഴും മറക്കും. അതെന്ന് വെച്ചാൽ ജിബിൻ, വിപിൻ എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡിബിൻ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അപ്പൊ ഒരു സാരി ഡ്രേപ്പിസ്റ്റ്, അപ്പൊ ഒരു സെലിബ്രിറ്റി ആണ് ഇപ്പൊ ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇപ്പൊ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നു. പോട്ടെ, നമ്മുടെ മോന്റെ കല്യാണം ഉണ്ട്, അപ്പൊ വിളിക്കാട്ടാ. ആയിക്കോട്ടെ, സന്തോഷം. ഈ റീസെന്റ് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വെഡിങ് ഉണ്ടായിരുന്നല്ലോ, മിലൻ രേവതി തൃശ്ശൂർ ഉണ്ടായിരുന്നു. അതും രേവതിക്ക് ഞാൻ തന്നെയായിരുന്നു സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോന്നോരോന്ന് പുറത്തേക്ക് വരാം. ചെറിയൊരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് തുടങ്ങിയതാട്ടോ ഇവിടുന്ന്. ഞാൻ ഷോപ്പിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ആക്ച്വലി. 1 lakh above പർച്ചേസ് ചെയ്യുന്ന ബ്രൈഡ്സിന് എന്റെ ഡ്രേപ്പിംഗ് അവർക്ക് സർവീസ് ആയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. ഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഒന്ന് കുറച്ച് മേക്കപ്പ് കൂടി ആയി കഴിഞ്ഞാൽ സെറ്റ് ആയില്ലേ? പിന്നല്ല, ബ്രൈഡായി. പോരാ തന്നെ റെഡ് കളർ സാരിയും. ഇനി എന്ത് വേണം അല്ലേ? വയല് പിന്നാണ്. അത് പിന്നെ എല്ലാവരും അങ്ങനെയാണല്ലോ, വയല് പിന്നെ വരും സാരി കൊടുക്കുന്ന സമയത്ത്. നമ്മളായാലും അങ്ങനെ തന്നെയാ സാരി കൊടുക്കുമ്പോ ഇല്ലേ, 2 പിന്നെ അവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും മൊത്തത്തില്. പിന്നെ അപ്പൊ ഇവരുടെ ഈ ഒരു വെഡിങ് സെക്ഷനിൽ ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാരി ഉടുപ്പിച്ച് ഇങ്ങനെ കാണിച്ചു തരും. നമ്മൾ ഉടുക്കണ സാരി, നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സാരി ഇട്ടല്ല, എല്ലാം സാരീസ് ഇങ്ങനെ ഉടുപ്പിച്ച് കാണിക്കില്ലല്ലേ. നമ്മൾ മേടിക്കാൻ ഏകദേശം ഉദ്ദേശം ഉണ്ടെങ്കിൽ
ആ അങ്ങനത്തെ സാരികൾ. പിന്നെ ഇവിടെ എത്ര 4000 5000 തൊട്ടാണ് സാരീസ് സ്റ്റാർട്ട്. 4000 തൊട്ട് ഇവിടെ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവിടെ കാഞ്ചീപുരം സാരി തൊട്ട് ആ സാരീസ് അങ്ങനത്തെ ടൈപ്പ് സാരീസ് മാത്രം. പട്ട് സാരികൾ കാഞ്ചീപുരം ഉണ്ട്, സാമുദ്രിക പട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തരം സാരീസ് ഉണ്ട് ഇവിടെ ഉണ്ട്. അറിയാം, ഇവിടെ കാഞ്ചീപുരം ഉണ്ട്, ബനാറസി ഉണ്ട്, ഫാൻസി സാരി ഉണ്ട്. എല്ലാ സാരിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടിപൊളി. ബ്ലൗസ് മാത്രം മാച്ച് ആയില്ലെന്ന് മാത്രം, ബാക്കിയൊക്കെ സെറ്റ് വെച്ച് അതും വെച്ച് തരുമോ? നിങ്ങൾ എന്താ വിചാരിച്ചോ ടിപ്പിനെ കുറിച്ച്? സെറ്റല്ലേ? പിന്നെ ബ്ലൗസിന് നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ഒരു കുറവ് മാത്രം ഉണ്ടാവും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രേ ഉള്ള ഒരു വ്യത്യാസം. സെറ്റ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സാരി ഉടുത്ത രീതി കേട്ടോ. പിന്നെ സാരിയുടെ ഭംഗിയും കൂടി ഉണ്ട്, അതും വേറെ. ശരിക്കും മിററിൽ കാണണ്ടേ? എനിക്കാ എന്റെ ഫാമിലി അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, അവരാണ് എന്റെ മിറർ. ബാക്കി എനിക്കൊന്നും പറയാനില്ല, അവര് പറയണ പോലെ. ഇവിടെ എങ്ങനെ പിടിച്ചോ പ്ലീറ്റ് പോകാതിരിക്കാൻ വേണ്ടി. അവസാനത്തെ ഒരു സിഗ്നേച്ചറും കൂടെ ഉണ്ട്. ഞാൻ സാരി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന. റെഡി 1 2 3 സ്റ്റാർട്ട്. കണ്ട എത്ര കൈകൊട്ടില്ല, ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ട. യെസ്, ഈ സിഗ്നേച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഓടിയത്. ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടിട്ടുണ്ട്. അല്ല, ഈ സിഗ്നേച്ചർ ഇല്ലേ, അത് കണ്ടപ്പോ എനിക്ക് ഇപ്പോൾ ഓടി. ഞാൻ ഈ വ്യക്തിനെ ഒന്ന് കാണണമെന്ന്, നേരിട്ട് കാണണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ആളാണെന്നുള്ള അറിയില്ല. അയ്യോ സെറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് ലുക്ക്. അപ്പൊ ഇവിടെ കാഞ്ചീപുരം സാരി, ബനാറസി, സാമുദ്രിക പട്ട് അങ്ങനെ തുടങ്ങിയ ഏതൊക്കെ തരം സാരീസ് ഒക്കെ മെയിനായിട്ട്? കാഞ്ചീപുരം, ബനാറസി, അതുപോലെ തന്നെ ടസർ സിൽക്ക് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സിൽക്കും നമുക്കുണ്ട്. റോ സിൽക്ക് ആയാലും ടസർ സിൽക്ക് ആയാലും സോഫ്റ്റ് സിൽക്ക്, സാമുദ്രിക, അങ്ങനെ തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ സാരീസ് ഉണ്ട്. എന്തായാലും താങ്ക് യു. ഈ ഒരു ലുക്ക് എന്തായാലും നോക്കി വെച്ചോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഏത് തരം സാരി ആയാലും നമ്മൾ ഭംഗിയില്ലെങ്കിലും നമ്മളെ ഉടുപ്പിച്ച ഒരു ഭംഗി, ഒരു ലെവല് വേറെ തന്നെ ആക്കി തരും കേട്ടോ. ഇതാണ് സാരിയുടെ ലുക്ക്. ശരിക്കും സാരി ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുത്ത് വെച്ചാൽ എനിക്കിപ്പോൾ കൊതിയുണ്ട് കേട്ടോ മിററിൽ കാണാനായിട്ട്. എന്തായാലും ഇതൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ട് നമ്മൾ നമ്മുടെ റോഡിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെഡ്ഡിങ് സെക്ഷനാണ് വരുന്നത്. മംഗൾസൂത്ര കല്യാണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പഴത്തേക്ക് വരുമ്പോ ഇവിടെയും സാരീസ് ആണ്. ഇവിടത്തെ സാരീസ് കാഞ്ചീപുരമാണ്, ട്രഡീഷണൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യത്തില്ലേ? ഓക്കെ, അങ്ങനത്തെ വെഡിങ്സ് അവര് തന്നെ ട്രഡീഷണൽ ആയിട്ട് അമ്പലത്തിലൊക്കെ വെച്ചിട്ട് ചെറിയ വർക്കോടൊക്കെ സിമ്പിൾ ആയിട്ട് ആ ലുക്കിലൊക്കെ പറ്റിയ സാരീസ് ഉണ്ട്. പിന്നെ സാമുദ്രിക പട്ട്, ടെസർ സിൽക്ക്, അമ്മമാർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിലുള്ള സാരീസ് ആണ് മൊത്തം ഈ ഒരു ഏരിയയിൽ ഇരിക്കുന്നത്. ഇനി റേഞ്ച് ഒന്നും ഞാൻ എടുത്ത് പറഞ്ഞ ബോർ അടുപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റേഞ്ച് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് വിട്ടിട്ട് നമ്മൾ എന്തായാലും കൂട്ടില്ല. ഇപ്പുറത്തെ ബ്രൊക്കേഡ് സാരീസിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ബ്രൊക്കേഡിൽ സിൽവർ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ വന്നിട്ട് സാരി ഇവിടെ നോക്കിയപ്പോ ഇവിടെ, അവിടെ നോക്കിയപ്പോ അവിടെ സാരീസ്, മൊത്തം സാരി കൊണ്ട് സാരിയാണ്. പിന്നെ സെറ്റും ഉണ്ട്, അപ്പുറത്തെ സാരി ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി അപ്പുറത്തേക്ക് പോവാം അല്ലെ, ഫാൻസി സാരിയിലേക്ക് പോവാം. ദാ ഫാൻസി സാരി ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കി നോക്കിയേ, ഫാൻസി സാരീസ് മൊത്തം നോക്കുകയാണെങ്കിൽ സാരീസാണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ അല്ലേ ഫാൻസി സാരീസ്. ഫാൻസി സാരി സെപ്പറേറ്റ് ഒരു ഇങ്ങനെ സെക്ഷൻ ഒരുക്കിയത് കൊണ്ട് നമുക്ക് വരാൻ എളുപ്പമുണ്ട് അല്ലെ, കുറച്ചുകൂടി ആൾക്കാർക്ക്. അതെ, ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫാൻസി സാരീസിൽ തന്നെ നമുക്ക് പല വർക്കിൽ വരുന്നുണ്ട്. ഷോള് വിത്ത് ഷോളും കൂടി വരും. പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രൈഡ് ഓക്കെ മുസ്ലിം ബ്രൈഡിന് വരുമ്പോ ഈ ഒരു ബ്ലൂ നോക്കിയാൽ നല്ല അത് കൊടുത്തോ, അത് നല്ല രസമായിട്ടുണ്ട്. നല്ല കാണുമ്പോൾ ഒരു ഫീലിങ്. ഇത് ഫുൾ ഓപ്പൺ ചെയ്യണമെന്നില്ല, കാരണം ഇങ്ങനെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് ഫുൾ ഇങ്ങനെ ഒരു നെറ്റിൽ ഇങ്ങനെ ഫുൾ സ്റ്റോൺ വർക്കിന്റെ ഒരു വർക്കൊക്കെ ആയിട്ടാണ് വന്നിട്ട്. നല്ല ഹെവി കളക്ഷൻസ് ആണ് ഇത് മെയിൻ ആയിട്ടുള്ളത്. പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിലിപ്പോ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് പറ്റുന്ന രീതിയിൽ പേസ്റ്റൽ ഷെയ്ഡിൽ ഓരോരോ കാസ്റ്റിന് വേണ്ടിയിട്ട് ആയിട്ടും അങ്ങനെ. ഇതിപ്പോ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ള സെലിബ്രിറ്റി സ്റ്റൈൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യനാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഈ കളർ ഭയങ്കര ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻസിന് കൂടുതൽ വേണ്ട കളേഴ്സ്. ഇത് അതെ 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 ഇതാ ആ ഇരിക്കുന്ന ഇരിപ്പെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ മേടിക്കാൻ തോന്നും. അത്രയും നല്ല അടിപൊളി ഒരു ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നതാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് ആ കണ്ടപ്പോൾ നമുക്ക് എന്താ പറയാ പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനെ ട്രെൻഡിങ് സാധനമാണേ. ബനാറസിയിൽ ഹാൻഡ് വർക്ക്
ബനാറസിൽ നമ്മൾ കുറേ സാരീസ് കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഹാൻഡ് വർക്ക്, അതും പ്യുവർ ഹാൻഡ് വർക്കിൽ. ഇത് അടുത്ത് വരുമ്പോഴാണ് ആ ഒരു ഡിസൈൻ ഫീൽ ചെയ്യുള്ളൂ. ഈ ബനാറസിൽ പ്യുവർ ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സാരീസും അവൈലബിൾ ആണ് കേട്ടോ. സാരീസ് എന്ന് പറയുമ്പോൾ ഫാൻസി സാരീസിൻ്റെ ഒരു ലോകം തന്നെയാണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഉള്ളത് അല്ലേ? ഓക്കെ, ഇത് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ കുറച്ച് ഹെവി കളക്ഷൻസ് ആണ്. ഇനി കുറച്ചുകൂടി ബഡ്ജറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയാ 899 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 899. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇതൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ട്രെൻഡിലും എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാറ്റനിലും വരുന്നുണ്ട്, ഇത് ജോർജറ്റിലും വരുന്നുണ്ട്. സെറോസ്കി ഡയമണ്ട് ഫുൾ വർക്ക്. അതിൻ്റെ ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്നും എടുത്ത് കാണിക്കാൻ നിൽക്കില്ല. നേരിട്ട് വരാം, കാണാം, ഫീൽ ചെയ്യുക, എടുത്തുകൊണ്ട് പോവാം അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. വാ, ഇനി ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ഓഫർ സെക്ഷൻ എന്ന് പറയുന്നത് എവിടെയാ? നമുക്കിവിടെ ഓഫർ ഉണ്ട്. സാരിയുടെ സെക്ഷൻ. ആഹാ, ഇത് നമ്മുടെ ഓഫർ സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഫുൾ ഇതിലും അപ്പുറത്തെ കണ്ടത് വേറെ, ഇപ്പുറത്തെ കണ്ടത് വേറെ മൊത്തത്തില് സാരീസിന്റെ ഓഫർ. സിൽക്ക്, ഈ സൈഡ് കോട്ടൺ, അങ്ങനെ ഓഫർ ഫുൾ ഇതിനകത്താണ്. ഓഫർ ഫുൾ ഇത് സാരീസിന് സാരി ഓൺലി ജസ്റ്റ് 199 ആണ് കേട്ടോ. ഓൺലി ജസ്റ്റ് 199. കേട്ടതും തെറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞതും തെറ്റിയിട്ടില്ല. ഓൺലി 199 സാരീസ്. മെഗാ ഓഫറാണ് നടക്കുന്നത്. എന്ത് ഓഫറാ? മെഗാ ഓഫർ, പെരുന്നാൾ കിസ്സ. ഞാൻ കിസ് എന്നാ പറയുള്ളൂ. കിസ്സല്ല, കിസ്സ. ഇത് ആരും കിസ്സ പറഞ്ഞുണ്ടാക്കിയേ? ഇവനാ തോന്നുന്നത്. ഇവനെ നോക്കണ്ട്, അവൻ അവളെ നോക്കണ്ട്, മൊത്തത്തിൽ കിസ്സാണ്. അത് അങ്ങനെ വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ പെരുന്നാൾ കിസ്സ ഓഫറാണ് നടക്കുന്നത്. അതും അപ് ടു 70%. അതിനും സാരീസ് ഒന്നും കാണണ്ട, നിങ്ങൾക്ക് ഒരു 199 അല്ലെങ്കിൽ ഓഫർ സാരീസ് ഒക്കെ കാണണ്ട. ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വരാണെങ്കിൽ ഇത് മൊത്തം പട്ട് സാരിയുടെ ഒരു സെക്ഷനാണ് വരുന്നത് കേട്ടോ. പട്ട് സാരി തന്നെയല്ല, മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. കോട്ടൺ ഉണ്ട്, മിക്സ് ആയിട്ട് എല്ലാതും. അതെ, ഇത് കോട്ടന്റെ. ഇത് 89 ഉള്ളൂ. 199 ഒക്കെ പോയി. ഇത് വെറും 89 സാരി. ഇത് നല്ല അടിപൊളിയാണല്ലോ. ഇത് പിടിച്ചേ. ഇതൊന്ന് ഞാൻ കുറച്ച് നിവർത്തുന്നുണ്ട് കേട്ടോ, ഫുൾ നിവർത്തണില്ല. ഇത് 89 സാരി കേട്ടോ. കളേഴ്സ് വേറെ കളറ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ 89 അവിടെ എഴുതി വെക്കണ്ടായിരുന്നു, തെറ്റി എഴുതി വെച്ചു 199. അപ്പോൾ സാരീസിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ ഇത്രയും കളക്ഷൻസ് ഫുൾ ഓഫറിൽ ഇട്ടിരിക്കണത് കേട്ടോ. അതും റേറ്റ് എന്ന് പറയുമ്പോൾ 89 ഉണ്ട്, 99 ഉണ്ട്, 199 ഉണ്ട്, 399 ഉണ്ട്. അങ്ങനെ റേറ്റുകൾ കയറി പോവാ. പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ടൈഡ് വർക്കിലും ഉണ്ട് കേട്ടോ. ഇതിവിടെ വെച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. എടുക്കണ്ട, അത് അങ്ങനെ തന്നെ ഭംഗി കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ചുരുട്ടി ഇങ്ങനെ വെച്ച് കാണുമ്പോൾ എന്തോരം സമയം എടുത്തിട്ട് വേണം അത് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതെന്താ നമ്മുടെ ദുപ്പട്ടാസ്, സാരീസ് തന്നെ. അപ്പൊ ഒന്നെല്ലാം ഒരെണ്ണം എടുക്കാല്ലേ? ഞാൻ മര്യാദക്ക് പറഞ്ഞത് അതല്ല, പക്ഷെ അത് എടുക്കണ കാണാനായിട്ടൊരു അതന്നെ, ആ കാണുമ്പോ ഒരു ഭംഗി. എന്തായാലും എടുത്തു നിവർത്തി. അപ്പൊ ഇത് നമുക്ക് 299 ആണ് അല്ലേ? 299 തൊട്ടാണ് നമുക്ക് ഈ ഒരു സാരീസിന്റെ സെക്ഷൻ വരുന്നത് കേട്ടോ. ഇതില് കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ യൂണിഫോം സാരീസ് വേണമെങ്കിൽ യൂണിഫോം സാരീസിൻ്റെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതും ഓഫറിൽ ഇട്ടിരിക്കണത് തന്നെയാണ് കേട്ടോ, പെരുന്നാൾ ഓഫർ. നിങ്ങളുടെ ഈ ബോർഡൊന്നും പെരുന്നാളുടെ ഈ പെരുന്നാൾ കിസ്സ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ? എവിടെയാ? താഴ്ത്തുണ്ടല്ലേ? പെരുന്നാൾ കിസ്സ പറയുമ്പോഴേക്കും ബോർഡ് എത്തി. ഇനി എന്ത് വേണോ? ഞാൻ ഇവിടെ ഇതാ നോക്കണത്. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് കല്യാണ പെണ്ണിനുള്ള ലെഹങ്കാസ് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് വെക്കോ. ഫുള്ള് അതിൽ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുണ്ട്, പെപ്ലം ടോപ്പ് സ്റ്റൈലിലുണ്ട്, പിന്നെ സെമി സ്റ്റിച്ച് ലെഹങ്കയുണ്ട്. ഞാന് പിന്നെയും തെറ്റി. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര വരെയുള്ളത്. ദേഹം മൊത്തം സാരി ലെഹങ്കകളുടെ കളക്ഷൻസ്. ഓ, ഇതൊരു നമ്മുടെ സാരി പോലെ തന്നെ നമുക്ക് ലെഹങ്ക ഒരു സെക്ഷൻ ചെയ്തേക്കാം അല്ലേ? പ്രീമിയം ആണ്. നമ്മുടെ ആലിയ ഭട്ട് എന്തായിരുന്നടാ എന്തോ ഒരു സംഭവത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവം ആയാലും സെലിബ്രിറ്റി സ്റ്റൈലിലുള്ള ലെഹങ്കാസിന്റെ കളക്ഷൻസ്, അതും ഹെവി ലട്കനോട് കൂടിയിട്ട് ഹാൻഡ് റെഡിമെയ്ഡ് ആണ്. ഈ ഇരിക്കുന്ന ഫുള്ള് സെമി സ്റ്റിച്ചഡ് ആണ്. ഇവിടെ ഇരിക്കുന്നത് സെമി സ്റ്റിച്ച്, സെമി സ്റ്റിച്ച്, ഇത് റെഡിമെയ്ഡ്. ഇപ്പുറത്തെ ഇരിക്കുന്നത് റെഡി. ഈ ഹാങ് ചെയ്തേക്കുന്ന എല്ലാം പ്രീമിയം ടൈപ്പില്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ്ട, പക്ഷെ ബ്ലൗസും സ്റ്റിച്ചഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ തന്നെ ഒരെണ്ണെടുത്ത ബ്ലൗസ് നമുക്കൊന്ന് നോക്കാം. സ്റ്റിച്ചഡ് ആണെന്ന് പറയണത് കൊണ്ടേ നല്ല ക്രോപ്പായിട്ട് നല്ല ടൈപ്പായിട്ട് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക.
ഇനി ഒരു കിഡ്സിന്റെ സെക്ഷൻ ഇട്ടെ 1 മണിക്കൂറിന് മേലെയായി, നമുക്ക് പോയാലേ? പോവാം. ആ തുടക്കം തുടങ്ങി കഴിഞ്ഞാൽ അവനെ നിർത്താനേ ബുദ്ധിമുട്ട്. സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത നമുക്ക് റെഡിമെയ്ഡ് ലെഹങ്ക. അപ്പോൾ ഇതും നമുക്ക് എന്താ പറയുക, ബ്രൈഡലിന്, പെരുന്നാൾക്കൊക്കെ അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനായാലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഇന്ന റേഞ്ച് എന്നല്ല, നിങ്ങളുടെ റേഞ്ച് എന്താണോ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ലെഹങ്കയുടെ കളക്ഷൻ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താണ്, കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ നമുക്ക് മറക്കാൻ പറ്റില്ല. പോവാം, കുട്ടികളെ കണ്ടേ പോവാം. ഇവിടെയാണ് കിഡ്സിന്റെ സെക്ഷൻ അല്ലേ? അതെ. എവിടെ ഏതൊരു ഫ്ലോറിൽ പോയാലും ഏതൊരു മുക്കിലും മൂലയിലും ഒരു തിരക്കുണ്ടാവും. അവിടെയാണ് നമ്മുടെ കിഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവിടെ അല്ലേ? പ്രധാനപ്പെട്ട സാധനങ്ങളും റേറ്റ് കുറവിനുള്ള സാധനങ്ങളും. ഞാൻ വെറുതെ നോക്കാൻ വന്നതാ. പെട്ടെന്ന് തന്നെ കണ്ടപ്പോ ഇങ്ങനെ നോക്കണു. അല്ല, അത് മനസ്സിലായി ചെയ്തോണ്ടിരിക്കുവായിരുന്നു വീഡിയോ. മനസ്സിലായി, എന്നെ കണ്ടിട്ടുണ്ടോ? മേളി വെച്ചേ കണ്ടോണ്ട് വരുവായിരുന്നു. 4ാം ഫ്ലോറിൽ ഭയങ്കര എനർജി, നല്ല പവർഫുൾ ലേഡി. എനിക്ക് ഭയങ്കരമായി പോയി കേട്ടോ. ജന്മനാളുള്ളതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കേട്ടില്ലേ? അതുകൊണ്ട് സൂപ്പറാ. അപ്പൊ ഇനി നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഒരു സെക്ഷനിലേക്കാണ്. ഓക്കെ, കുട്ടികളുടെ സെക്ഷനിൽ നമുക്ക് റേറ്റ് അറിയണം. 39 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 39 രൂപ തൊട്ട് നമുക്ക് ഇത് കുട്ടികളുടെ ഐറ്റംസ് കേട്ടോ. 39 രൂപ കിഡ്സിന്റെ ഗേൾസും ബോയ്സും. ലേഡീസ് ഇല്ല കേട്ടോ, ഓൺലി ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതിന് എത്രയാണ്? 99, 199, ആ റേഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ 35 രൂപന്ന്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ എടുക്കാൻ വന്നില്ല. ഇവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം, എന്താ തോന്നുന്നത് ഇവിടെ വന്നിട്ട്? റേറ്റ് ഇപ്പൊ സൂപ്പറാണ്, നല്ലതാണ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഇവര് ഈ പറയണ ഈ അത്ര 39 ഈ 39, 59, 49 ഇതൊക്കെ കിട്ടിയാ? കിട്ടിയിട്ടുണ്ട്. എല്ലാ റേറ്റും ഉണ്ട്, സൂപ്പറാണ്. ഏതാ, മോളാണോ മോനാണ്? മോളെവിടെ? മോള് കൊണ്ടുവന്നിട്ടില്ല, അവൾക്ക് എടുത്തതാ. എത്ര വയസ്സായി? ഒരു വയസ്സാവുന്നു. ഓക്കെ. അപ്പൊ ഇതിന് എല്ലാ വയസ്സും മിക്സ് ആണോ? എല്ലാ വയസ്സും മിക്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതിന് എന്താ പറയാ, പാന്റ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെന്താ ടോപ്പ്, ഷോർട്സ്. പോരെ ചേച്ചി, ചേച്ചിയെ പറ. എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് ഓർക്കനെ പറഞ്ഞേ. ഞാൻ പറയണ പോലെ പറയാൻ പറ്റുമോ? പറ. പാന്റ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ബനിയൻ ടീഷർട്ട് ഉണ്ട്, പിന്നെ ഫ്രോക്ക് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. റേറ്റും കുറവുണ്ട്. ലൈവായിരിക്കും. ലൈവാണ്. ഇപ്പൊ തന്നെ അവിടെ ഭർത്താവ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നിങ്ങനെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. എന്തായാലും കുട്ടികളുടെ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനും കുട്ടികളുടെ തന്നെയാണ്. ഇതൊരു പാർട്ടി വെയർ സെക്ഷൻ, അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിന്റെ സെക്ഷൻ വരുന്നുണ്ട്, ഓഫറും ഉണ്ട്. അതുപോലെ ഈ ഒരു സെക്ഷൻ, ഇതൊക്കെ കുട്ടികളുടെ ഒരു സെക്ഷൻ. അതെ. എവിടെ നോക്കിയാലും ചെറിയൊരു തിരക്ക് ഏതൊരു മുക്കിലും മൂലയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് കളക്ഷൻ 89 രൂപ മുതൽ ടീഷർട്ട് കിഡ്സ് ബോയ്സിന്റെ ഇതാ, ബോയ്സിന്റെ ഇതും ബോയ്സിന്റെ എല്ലാം ബോയ്സിന്റെ. അതും ബ്രാൻഡഡും ഉണ്ട്, നോൺ ബ്രാൻഡഡും ഉണ്ട്, എല്ലാം. എന്നിട്ട് ഏതൊരു ഫ്ലോറിൽ പോയാലും അവിടെ എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. ബ്രാൻഡഡും ഉണ്ട്, നോൺ ബ്രാൻഡഡും ഉണ്ട്. അതിലെല്ലാത്തിലും നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. എന്തൊക്കെ ഓഫേഴ്സ്, എത്ര രൂപയാണോ ഒക്കെ നേരിട്ട് വന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് വന്നു ഇതാ പോയി അങ്ങനെയാണ് ഐറ്റംസുകൾ മൊത്തം ഇരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 148. അപ്പൊ ഈ റേഞ്ചൊക്കെ ഉള്ളൂ കേട്ടോ, അധികം റേറ്റ് ഇല്ല. ഞാൻ സത്യത്തിൽ ഒരു സർപ്രൈസ് ആയിട്ടാണ് നിൽക്കണത്. ഇത്രയും വലിയൊരു ഷോറൂമിൽ വന്നിട്ട് ഈ റേറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മളാ വിചാരിക്കുന്നത് പൊട്ട സാധനങ്ങൾ. അങ്ങനെയല്ല, ഉള്ളതൊക്കെ പെരുന്നാൾക്ക് നമുക്ക് എന്താ പറയുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അല്ലേ? അതാണ്. പിന്നെ ഇവിടെ ജീൻസിന്റെ സെക്ഷൻ, അപ്പുറത്തും ജീൻസിന്റെ സെക്ഷൻ ഉണ്ട്, ഷർട്ടിന്റെ സെക്ഷൻ. ഓരോരോ ഏജ് കാറ്റഗറി വൈസ് ആയിട്ടാണ് ഇവർ മൊത്തത്തിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വരാൻ നോക്കുക. അതുപോലെ തന്നെ ടീനേജുകാർക്കുള്ളത് ഉള്ള ഒരു കളക്ഷൻസും ഇവിടെ ഉണ്ട്. പിന്നെ റെഡിമെയ്ഡിന്റെ ഒരു ബ്ലൗസിന്റെ ഒരു സെക്ഷൻ ഞാൻ കണ്ടു ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ കൊടുക്കാം. ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു സെക്ഷൻ, അതുപോലെ മെറ്റീരിയൽസ്, റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു സെക്ഷൻ. 99 ഫ്രോക്ക് എടുക്കാൻ പോയതാ. ഇനി എന്ത് വേണം? 99 രൂപ ഫ്രോക്ക്, ഓൺലി 99 റുപ്പീസ്. പിന്നെ ഈ ഇവിടെ വലിയ ഫ്രോക്കുകളുണ്ട്. ഇതെന്തായാലും ഇങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു സെക്ഷൻ എന്ന് വെച്ചാൽ പാർട്ടി വെയർ ടൈപ്പ്. ഇത് കുട്ടികളുടെ തന്നെയാട്ടോ, വലിയൊരാണ്, തെറ്റിദ്ധരിക്കണ്ട. ചെറിയ കുട്ടികളുടെ തന്നെയാണ്, ഒരു ടീനേജ് സ്റ്റൈൽ. അതെ. അപ്പൊ എനിക്ക് പറ്റും. ടീനേജ് എന്ന് പറഞ്ഞ പിന്നെന്താ, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞല്ലേ. മതി, ധാരാളം, ഇഷ്ടം പോലെ. ഇങ്ങനത്തെ നല്ല നല്ല ഫ്രോക്കുകളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈലിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ഫ്രോക്കുകളും ഇത് നന്നായിട്ട് കേട്ടോ.
സിമ്പിൾ ആൻഡ് ഹമ്പിൾ, റേറ്റും കുറവ്, നിസ്സാര റേറ്റിന് നല്ല നല്ല ഐറ്റംസ് കൊണ്ടുപോവാം. അതെ അല്ലേ? ആ എല്ലാം നന്നായിട്ട് സൂപ്പർ അല്ലേ? കത്തും, കത്തിയില്ലെങ്കിൽ നമ്മൾ കത്തിക്കും ഇല്ലേ? പോരാ, ഇനി ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? വീഡിയോ എത്ര ലെങ്ത് ആയാലും നമുക്കിങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ കണ്ടിരിക്കാൻ തോന്നുന്നു. അത്രയും നല്ല ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ആ റെഡിമെയ്ഡിന്റെ സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, റെഡിമെയ്ഡ് ബ്ലൗസിന്റെ സെക്ഷൻ, പിന്നെ അതുപോലെ മാച്ചിങ് സെന്റർ ഉണ്ട് തൊട്ട് അപ്പുറത്ത്. ഇവിടെ A to Z കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. എന്താ പറയുക, ടവല് തൊട്ട് എല്ലാ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. സത്യം, അതാണ് നമ്മുടെ ഈ ഒരു 5 ഫ്ലോർ അല്ല, ശരിക്കും ഇവര് ഒരു ഫ്ലോർ ഒളിപ്പിച്ച് വെച്ചിട്ട് 6 ഫ്ലോർ ഉണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇല്ലേ? അത്രയും ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്യണ ഒരു സ്പ്രെഡ് ആയിട്ടുള്ള അത്രയും വലിയൊരു ഫ്ലോറാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ഫ്ലോറും അത്രയും നല്ല വലുപ്പത. ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിച്ചാലോ? ആ ഓക്കെ, ലൊക്കേഷൻ പറഞ്ഞോ. ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ്. ഈ കരുനാഗപ്പള്ളി എവിടെയാന്ന് കുറെ പേര് ചോക്കിനവരുണ്ടാവും. എറണാകുളത്തെ വീഡിയോ ഇടുമ്പോൾ എറണാകുളം എവിടെയാന്ന് ചോക്കിന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? കൊല്ലം കരുനാഗപ്പള്ളി. ഇനി എന്തെങ്കിലും പറയാണ്ട പ്രത്യേകിച്ച്? എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാരും ഇവിടെ വരാനെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അതെന്തായാലും എല്ലാരും വരും. എന്നാലും ഒന്ന് പറഞ്ഞു സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറയോ? വേറെ എവിടെയെങ്കിലും 3 ഷോപ്പ് ഈ സെയിം പേരിൽ? സെയിം പേരില് പുതിയ ഓപ്പൺ ആവാനുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഓഫർ അവിടെയും ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ മാത്രമാണോ? എങ്ങനെയാ? അവിടെയൊക്കെ എല്ലായിടത്തും ഓഫർ ഉണ്ട്. കറക്റ്റ് എങ്ങനെയാണുള്ളത് അവിടുത്തെ അറിയല്ലോ. ഞാനിപ്പോ ഇവിടെ നിൽക്കണേ, ഇനി ഇവിടുത്തെ ഓഫർ ഞാൻ ഇവിടെ പറയുള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.